കാവേരി ട്രിബ്യൂണൽ കബനി നദിയിൽ നിന്നും കേരളത്തിന് അനുവദിച്ച ജലത്തിൽ ഒരു വിഹിതം ഉപയോഗപ്പെടുത്തുന്നതിനായി വിഭാവനം ചെയ്ത പദ്ധതിയാണ് കടമാൻതോട് പദ്ധതി. പുൽപ്പള്ളിയിലെ കടമാൻതോടിന് കുറുകെ നിർമ്മിക്കുന്ന അണക്കെട്ടുമായി ബന്ധപ്പെട്ട് നിരവധി വാദങ്ങളാണ് ഉള്ളത്. ഈ അണക്കെട്ട് നിർമ്മിക്കുമ്പോൾ പ്രദേശത്തുള്ള പ്രദേശവാസികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ആശങ്കകൾ, ആകുലതകൾ അകറ്റാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് ഒരു വിഭാഗം പരാതി ഉയർത്തുമ്പോൾ, മറുവിഭാഗം ഇത് പുൽപ്പള്ളി, മുള്ളൻകൊല്ലി, പൂതാടി പഞ്ചായത്തുകളിലെ ജലക്ഷാമത്തിന്, കാർഷിക ആവശ്യങ്ങൾക്കുള്ള ജലത്തിന് എല്ലാം അനിവാര്യതയാണ് എന്ന വാദമാണ് ഉയർത്തുന്നത്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഇതിലെ അവ്യക്തതകൾ, അത് അകറ്റി നൽകാൻ സാധിച്ചിട്ടില്ല എന്നതാണ്. ഈ വാദങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. വയനാട് വിഷൻ ജനസഭയുടെ ഈ വേദിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ജനസഭയുടെ ഈ വേദിയിൽ ഇന്ന് നമ്മളോടൊപ്പം പങ്കെടുക്കുന്നതിന് ജനപ്രതിനിധികൾ അടക്കം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി പുൽപ്പള്ളി ഏരിയ സെക്രട്ടറി, CPM ഏരിയ സെക്രട്ടറി ശ്രീ MS സുരേഷ് ബാബു, അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. UDF-നെ പ്രതിനിധീകരിച്ച് ശ്രീ KL പൗലോസ്, KPCC എക്സിക്യൂട്ടീവ് അംഗം, അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. BJP-യെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് ശ്രീ സിനീഷ് ബാഗേരിയാണ്, BJP മണ്ഡലം പ്രസിഡന്റ്, അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കടമാൻതോട് കർമ്മസമിതി കൺവീനർ ശ്രീ ജോസ് നെല്ലേടം, അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ശ്രീ ബാബു നമ്പുടാകം, കടമാൻതോട് വൻകിട പദ്ധതി വിരുദ്ധ സമിതി രക്ഷാധികാരി, അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചർച്ച ഇവിടെ ആരംഭിക്കുകയാണ്. കടമാൻതോട് പദ്ധതി പുൽപ്പള്ളി, മുള്ളൻകൊല്ലി പഞ്ചായത്തുകൾക്ക് അനിവാര്യമോ? ഇതിൻ്റെ ആശങ്കകൾ എന്തൊക്കെയാണ്? ആകുലതകൾ എന്തൊക്കെയാണ്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ ശ്രീ MS സുരേഷ് ബാബുവിലേക്ക് പോകുന്നു. LDF വളരെയധികം അനുകൂലിക്കുകയും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇത്. ഇപ്പോൾ ഇവിടെ ചർച്ച നടക്കുന്നത്, നിരവധി വർഷങ്ങളായി പദ്ധതി ഫയലിൽ ഉറങ്ങുന്നു. ഈ പദ്ധതിയുടെ ഗുണം എത്രയാണ്? എന്തുകൊണ്ടാണ് LDF ഗവൺമെൻറ് ഇത് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത്? അവിടെ മറ്റു ചോദ്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് വരാം. അതിൻ്റെ ഒരു ആശയം താങ്കൾ മുന്നോട്ട് വെച്ചാൽ അവിടെ വെച്ച് നമുക്ക് തുടങ്ങാം. ഇത് ഇപ്പോൾ വന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പദ്ധതി മാത്രമല്ല, അതിനു മുമ്പുണ്ടായിരുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുന്നോട്ട് വെച്ച പദ്ധതി കൂടിയാണ് കടമാൻതോട് പദ്ധതി എന്ന് പറയുന്നത്. കഴിഞ്ഞ 98 മുതൽ ഇങ്ങോട്ടേക്ക് പുൽപ്പള്ളി, മുള്ളൻകൊല്ലി മേഖല അഭിമുഖീകരിക്കപ്പെടുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പ്രശ്നം കടുത്ത വരൾച്ചയാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടേറെക്കാലമായി നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന ഈ അതിരൂക്ഷമായ വരൾച്ചയെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന, അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന, സുസ്ഥിരമായിട്ടുള്ള ജലസമ്പത്ത് ശേഖരിക്കാൻ കഴിയുന്ന പദ്ധതി വേണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. ഒരുപക്ഷെ നാറാണത്ത് ഭ്രാന്തൻ്റെ അവസ്ഥയിലാണ് പുൽപ്പള്ളിയിലെ കുടിയേറ്റ ജനത. എല്ലാ കാലവർഷത്തിലും നട്ടുനനച്ച് വെച്ചുപിടിപ്പിക്കും, അതെല്ലാം വേനലാകുമ്പോൾ കരിഞ്ഞുണങ്ങി നഷ്ടപ്പെട്ടു പോകും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണമെന്നുള്ളത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു ആവശ്യമാണ് നമ്മുടെ നാടിൻ്റെ. അതിനനുസൃതമായിട്ടാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തത്. 98-ലെ സുപ്രീം കോടതി വിധി അനുസരിച്ച് ഈ പദ്ധതി കാവേരി നദീജല ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട തർക്ക പ്രശ്നം, അതുമായി ബന്ധപ്പെട്ട് കബനി നദിയിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന 21 TMC വെള്ളം, ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നത് 3-4 TMC വെള്ളം മാത്രമാണ്. അത് സ്വാഭാവികമായിട്ടും ഈ വെള്ളം ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ഈ കരാറുമായി ബന്ധപ്പെട്ട തർക്ക പ്രശ്നത്തിൽ വയനാടിന് കേരളത്തെ സംസ്ഥാനത്തിന് വെള്ളം ആവശ്യപ്പെടാൻ വേണ്ടി കഴിയില്ല. വരുന്ന 15 വർഷക്കാലത്തേക്ക് പുനഃപരിശോധന ഇല്ലാത്തൊരു വിധിയാണ് സുപ്രീം കോടതി വിധിച്ചത്. അപ്പോൾ സ്വാഭാവികം 2034 വരെ ഇതിന് മുകളിൽ നമുക്ക് തർക്ക പ്രശ്നമോ മറ്റു തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് പോകാനും കഴിയില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടപ്പാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഈ പദ്ധതി, ഇവിടെ ആരോ നേരത്തെ പറഞ്ഞു കേട്ടതുപോലെ ഒരു വൻകിട പദ്ധതി, അത് നമ്മൾ ചിന്തിക്കുന്നതേയില്ല. പദ്ധതിയുടെ സ്വഭാവം എന്തായിരിക്കണം എന്തെല്ലാമുള്ള കാര്യം പരിശോധിക്കേണ്ടത് അതിൻ്റെ സർവേ നടപടികൾ ആരംഭിച്ചാൽ മാത്രമേ, സർവേയുമായി ബന്ധപ്പെട്ട് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ 2018 ഇവിടെ ഒരു സർവേ നടന്നു. അത് 2012 ഒരു സാറ്റലൈറ്റ് സർവേ നടന്നു. 2012 സാറ്റലൈറ്റ് സർവേ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അന്ന് പറഞ്ഞത് 44 മീറ്റർ ഹൈറ്റിൽ പാളക്കൊല്ലിക്ക് താഴെ ഡാം പണിയണമെന്നാണ്. പിന്നീട് 2013 മാർച്ച് മാസം 24-ാം തീയതി ബഹുമാന്യനായ അന്നത്തെ ജലവകുപ്പ് മന്ത്രി PJ ജോസഫ് അദ്ദേഹം ബത്തേരി നടത്തിയിട്ടുള്ള ചർച്ചയിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥന്മാർ, അവരെല്ലാം, ബഹുമാന്യനായിട്ടുള്ള KLP അന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്, അദ്ദേഹം ഉൾപ്പെടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, മുള്ളൻകൊല്ലി പ്രസിഡന്റ്, ഇവരെല്ലാം ഉൾപ്പെടുന്ന ചർച്ചയിൽ 28 മീറ്റർ ഹൈറ്റായി ആനപ്പാറയിൽ
ഡാം പണിയുന്നതിന് വേണ്ടിയുള്ള തീരുമാനമാണ് അന്ന് കൈക്കൊണ്ടത്. ഈ അവ്യക്തതയാണ് ഇപ്പോഴും വലിയ പ്രശ്നങ്ങളായി. ഒരു മിനിറ്റ് കൂടി ഈ ഡാമിന്റെ ഹൈറ്റ് സംബന്ധിച്ച് ഉള്ള പ്രശ്നത്തിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. ഇപ്പം പ്രാഥമിക സർവേ നടക്കട്ടെ. സർവേ നടന്നത് ജനങ്ങളുമായി സംബന്ധിച്ചുകൊണ്ട് മാത്രമേ ഈ ഡാമിന്റെ വലിപ്പവും വീതിയും കാച്ച്മെന്റ് ഏരിയയൊക്കെ നിശ്ചയിക്കാൻ പാടുള്ളൂ. ഇതാണ് CPIഎമ്മിന്റെ അഭിപ്രായം. യെസ്, ശ്രീ KLP, താങ്കൾ തീർച്ചയായും പറയാൻ അർഹതയുണ്ട്. കാരണം ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കാലങ്ങളായി നിൽക്കുന്ന ചർച്ചയാണ്. ഈ ചർച്ചയിൽ അവ്യക്തതയാണ് ഇപ്പോഴും ജനങ്ങൾക്കിടയിലുള്ളത്. ഏത് രാഷ്ട്രീയ പാർട്ടികൾ എന്തൊക്കെ ഉന്നയിക്കുമ്പോഴും വലിയ ഭീതിജനകമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട് പദ്ധതി വരുന്നതിനെ കുറിച്ച് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പുൽപ്പള്ളി മുള്ളംകൊല്ലി പഞ്ചായത്തുകളുടെ വരൾച്ച ദൂരീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് അനുയോജ്യമായ തരത്തിലുള്ള ഒരു ജലസേചന പദ്ധതി വേണം എന്നുള്ളതിൽ ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ പ്രശ്നമെന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അവ്യക്തത. ഇവിടെ PJ ജോസഫിൻ്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ഞാനടക്കം പങ്കെടുത്തതാണ്. ശ്രീ സുരേഷ് പറഞ്ഞതിൽ ഒരു ചെറിയ അപാകതയുണ്ട്. 44 മീറ്റർ ഉയരമുള്ള ഒരു പദ്ധതി എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ എല്ലാവരും ശക്തമായ എതിർപ്പ് പറഞ്ഞു. കാരണം 44 മീറ്ററിൽ ഒരു പദ്ധതി വന്നു കഴിഞ്ഞാൽ പുൽപ്പള്ളി മാത്രമല്ല തൊട്ട് പൂതാടി അടക്കമുള്ള പ്രദേശങ്ങളൊന്നും പിന്നെ ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഉയരം ഈ രീതിയിൽ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള ശക്തമായ വാദം ഉന്നയിക്കപ്പെട്ടു. അവിടെ വെച്ച് ഉയരത്തെ സംബന്ധിച്ച് ഒരു തീരുമാനം എടുത്തിട്ടില്ല. അവിടെ പങ്കെടുത്തവരുടെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം ആ യോഗം അങ്ങനെ പിന്നീട് ആലോചിക്കാൻ വേണ്ടി പിരിഞ്ഞു. പിന്നീട് ജലവിഭവ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കിയ ഒരു നിർദ്ദേശമാണ് 28 മീറ്റർ ഉയരം എന്ന് പറയുന്നത്. അല്ലാതെ ആ യോഗത്തിൽ പങ്കെടുത്തവരുടെ സാന്നിധ്യത്തിൽ എടുത്ത തീരുമാനമല്ല. ഈ 28 മീറ്റർ എന്ന് പറയുമ്പോഴുള്ള അവ്യക്തത ഇപ്പം ജനങ്ങളെ സംബന്ധിച്ചും ഞങ്ങളും ജനങ്ങളുടെ മുമ്പിലൊക്കെ വെക്കുന്ന ഒരു വിഷയം. ഇതിനകത്ത് 28 മീറ്റർ ഉയരം വരുമ്പോൾ നമ്മുടെ പുൽപ്പള്ളി ഈ ടൗൺ ഉണ്ടാകുമോ? എവിടെയാണ് ഇത് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ അണക്കെട്ട് വരുന്നത് ആദ്യം നിർദ്ദേശിച്ചത് കുണ്ടൂർ എന്ന് പറയുന്നൊരു പ്രദേശത്താണ്. അവിടെ കുറേ വയലും കുറേ പ്രദേശങ്ങളുണ്ട്. അപ്പോൾ കരഭൂമി കഴിയുന്നത്ര കുറച്ച് എടുക്കത്തക്ക രീതിയിലുള്ള സംവിധാനമുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ കേൾക്കുന്നു ഇപ്പോൾ ചില്ലിംഗ് പ്ലാന്റിൻ്റെ കുറേ കൂടി മുകൾ വശത്തായിട്ടാണ് ഇത് അണക്കെട്ട് വരാൻ പോകുന്നത്. ഇത് കൺഫ്യൂഷനാണ്. ഒന്ന്, അങ്ങനെയെങ്കിൽ തന്നെ എത്ര ഉയരത്തിൽ 28 മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ക് കൂട്ടണം. അവർ 28 മീറ്റർ ഉയരത്തിൽ ഒരു അണക്കെട്ട് എന്നുള്ള നിർദ്ദേശം വയ്ക്കുമ്പോൾ നമ്മൾ അതനുസരിച്ച് ഒരു അണക്കെട്ട് വേണം എന്നുള്ളതിന്റെ പേരിൽ അംഗീകാരം കൊടുക്കുമ്പോൾ താങ്കളടക്കമുള്ള സമിതികൾ ഇതിൽ ചർച്ച ചെയ്തിരുന്നു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ അന്നേ സമയം മുതൽ തന്നെ എന്തുകൊണ്ട് ഇപ്പോൾ 10-20 വർഷങ്ങളായി തുടർന്ന് നിൽക്കുന്ന ഒരു വാദമായി ഇവിടെ നിൽക്കുകയാണിത്, അവ്യക്തത ഉള്ള ഒരു വിഷയമായി നിൽക്കുകയാണ്. എന്തുകൊണ്ട് അന്ന് മുതൽ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയില്ല? അന്ന് മുതൽ നമ്മൾ വെച്ച ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഈ പറയുന്ന PJ ജോസഫ് അടക്കം വന്ന യോഗത്തിൽ അടക്കം പിന്നീട് നമ്മൾ വെച്ച നിർദ്ദേശം എന്ന് പറയും ജലവിഭവ വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ, എഞ്ചിനീയർമാർ ഇവിടെ വരികയും പഞ്ചായത്തുകളുടെ പ്രതിനിധികളുമായി ചർച്ച ചെയ്ത് എത്ര പ്രദേശം നമുക്കിതിന് വേണം, എത്ര പ്രദേശം വെള്ളത്തിനടിയിലാകും, നമുക്ക് ഈ 2 പഞ്ചായത്തുകളുടെ ഈ വരൾച്ച പരിഹരിക്കാനുള്ള സൗകര്യം എങ്ങനെ ചെയ്യാൻ കഴിയും, ഇതിനെപ്പറ്റി ഒരു ചർച്ച നടത്തി മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. ഈ ജനങ്ങളിലുള്ള ആശങ്ക നിൽക്കുമ്പോൾ ആ ആശങ്ക 2 ചേരിയായി ജനങ്ങളെ മാറ്റും. അതിന് പകരം കൃത്യമായി സർക്കാർ മുൻകൈ എടുത്ത് ജലവിഭവ വകുപ്പിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട എഞ്ചിനീയർമാരടക്കം ശാസ്ത്രജ്ഞന്മാരടക്കം വന്ന് ഇതേ സംബന്ധിച്ച് കൃത്യമായ ധാരണ ജനങ്ങൾക്ക് മുമ്പിൽ കൊടുത്തുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ജനങ്ങൾക്കും ഉണ്ടാകില്ല. ഒന്ന്. രണ്ടാമത്തെ, ഞങ്ങൾ ഉന്നയിച്ച വേറെ 2 പ്രശ്നങ്ങളുണ്ട്. എത്ര ഭൂമി ഇതിന് വേണ്ടി വരും? ആ ഭൂമിയെ സംബന്ധിച്ചും ഭൂമി നഷ്ടപ്പെടുന്നവരുടെ പ്രശ്നമുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായി വിപണി വിലയും സർക്കാരിൻ്റെ ന്യായവിലയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭൂമി നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിന് തത്തുല്യമായൊരു ഭൂമി എടുക്കത്തക്ക രീതിയിലുള്ള ഒരു നഷ്ടപരിഹാരം ലഭിക്കണം. ഒന്ന്. 2, മറ്റൊരു കാര്യം, ഈ പണം എന്ന് കിട്ടും? കാരാപ്പുഴയൊക്കെ ഭൂമി വിട്ടുകൊടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലരൊക്കെ ഇപ്പോഴും പണം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നടക്കുന്നു. അപ്പോൾ ഈ പണം എപ്പോൾ കിട്ടണം? അപ്പോൾ ഭൂമി എത്രമാത്രം ഭൂമി നമുക്കിതിന് ആവശ്യം വരും, ആ ഭൂമിക്ക് എന്ത്
നഷ്ടപരിഹാരം കൊടുക്കും, അതെപ്പോൾ കൊടുക്കും? ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അവ്യക്തത ജനങ്ങളുടെ ഇടയിൽ ഭീതിയുണ്ട്. ഈ ഭീതി നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഭീതി അകറ്റിക്കൊണ്ട് മാത്രമേ ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ജനങ്ങളുടെ ഇടയിൽ സഹകരണം ലഭിക്കൂ എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. ഓക്കെ, താങ്കളിലേക്ക് വരാം. ശ്രീ സിനീഷ് വാഗേരി, ഈ BJPയുടെ നിലപാട് എന്താണ്? പ്രത്യേകിച്ച് കേന്ദ്രത്തിന്റെ നിലപാട് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ പദ്ധതി നടപ്പാക്കാൻ സാധിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. BJP എന്ത് നിലപാടാണ് ഈ കാര്യത്തിൽ കാണുന്നത്? എന്താണ് സ്വീകരിച്ചിട്ടുള്ളത്? ഈ ഒരു കാര്യത്തിൽ ജനങ്ങളുടെ ആശങ്ക അകറ്റണം. കാരണം ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ പരിഭ്രാന്തിയിലാണ്. അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഇത് എത്ര കുടുംബത്തെ ഒഴിപ്പിക്കണം, അല്ലെങ്കിൽ എത്ര സ്ഥലങ്ങളിലാണ് വരുന്നത്, ഇതൊരു മെഗാ ഡാമാണോ അതോ ചെറിയ രീതിയിലുള്ളൊരു ഡാമാണോ, ആ തരത്തിലുള്ള ആശങ്കകൾ ഒഴിവായിക്കൊണ്ട് ഇപ്പോൾ ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് അവർക്കൊരു ബാങ്കിൽ പോയാൽ ഒരു ലോണ് പോലും കിട്ടാത്തൊരവസ്ഥയായി. മാത്രമല്ല അവിടെ ഒരു സ്ഥലക്കച്ചവടം നടക്കുകയോ ഒരു വിവാഹങ്ങൾ നടക്കുകയോ ആ തരത്തിലുള്ള ആശങ്കയിലാണ് നാട്ടിലുള്ള ജനങ്ങൾ. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് സർക്കാരുകൾ മുൻകൈ എടുത്തുകൊണ്ട് ഈ പദ്ധതി ഉണ്ടോ എന്ന് തന്നെ ആദ്യം ഒന്ന് വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ആ പദ്ധതി ഉണ്ടെങ്കിൽ അത് എങ്ങനെ എന്നതിനെക്കുറിച്ചിട്ടും ഒരു വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്കറിയാം 98 കാലത്തിന് ശേഷം ഇങ്ങോട്ട് പുൽപ്പള്ളിയെ സംബന്ധിച്ചിട്ട് വളരെയധികം വളർച്ചയുടെ ഒരു പിടിയിലാണ് പുൽപ്പള്ളി മേഖലയുള്ളത്. ഈ മാറി മാറി വന്നിട്ടുള്ള സർക്കാരുകൾ ആരും അതിന് വേണ്ടിയിട്ടൊരു മുൻകൈ എടുത്തിട്ടില്ല. നമുക്കറിയാം ഇപ്പം ഒരു ഡാം ഇവിടെ വരുന്നു എന്ന് പറയുന്ന സമയത്ത് വയനാട്ടിൽ 2 ഡാമുകളുണ്ട്. ഈ 2 ഡാമുകളുള്ള സമയത്ത് മൂന്നാമതൊരു ഡാമിൻ്റെ ആവശ്യമുണ്ടോ എന്നും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം കബനി നദിയിൽ വരൾച്ച എന്ന് താങ്കൾ പറയുന്നുണ്ട്, പ്രതിവിധിയായിട്ടാണല്ലോ വരാൻ ഉദ്ദേശിക്കുന്നത് ഈ ഡാം. വരൾച്ചയുണ്ട് എന്ന് താങ്കൾ തന്നെ സമ്മതിക്കുന്നു. അപ്പോൾ പ്രതിവിധിയായിട്ടാണ് വരാൻ ഉദ്ദേശിക്കുന്നത്. ഞാനത് അതിലേക്കാണ് വരുന്നത്. ഈ വരൾച്ചയെ മുൻനിർത്തി കണ്ടുകൊണ്ട് നമുക്കിവിടെ 2 ഡാമുകൾ ഉണ്ടായിരുന്നു. ഈ ഡാമുകൾക്ക് നിന്ന് ഈ കാരാപ്പുഴയിൽ നിന്നും ബാണാസുര സാഗറിൽ നിന്നും ഈ പുൽപ്പള്ളിയിലേക്ക് വെള്ളം എത്തിച്ചുകൊണ്ട് ഒരു വരൾച്ചയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്താമായിരുന്നു ഇവിടെ മാറി മാറി ഭരിച്ചിരുന്ന 2 സർക്കാരുകൾക്കും. ഇതിന് ഈ വരൾച്ചയുടെ ഭാഗമായിട്ട് പുൽപ്പള്ളി വന്നതിന് 2 സർക്കാരുകളും 2 രാഷ്ട്രീയ പാർട്ടിയും ഇതിന് ഉത്തരവാദികൾ തന്നെയാണ്. അപ്പോൾ ആ തരത്തിൽ ഈ മേഖലയിലുള്ള കുടിവെള്ളത്തിനൊരു പരിഹാരം കാണുകയോ അല്ലെങ്കിൽ കബനി നദിയിൽ നിന്ന് 21 TMC വെള്ളം നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുകയൊക്കെ ചെയ്തുകൊണ്ട് ഒരു വലിയൊരു ഒഴിപ്പിക്കൽ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇത്തരത്തിലുള്ള കുടിയിറക്കപ്പെടുന്ന ആളുകളുടെ ഒരു ഭീതിയിലാണ് അവരുള്ളത്. അവർക്ക് കുടിയിറക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മറ്റ് കാര്യങ്ങൾ എന്തായിരിക്കും? അവർ വെറുതെ പുറത്തേക്ക് ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല കേരളത്തിലൊക്കെ ഈ തരത്തിലുള്ള ഒരു വികസനം, ഒരു ഡാമൊക്കെ വരുന്ന സമയത്ത് നമുക്കറിയാം ഇതൊന്നും ഈ ഒരു 5-10 വർഷം കൊണ്ടൊന്നും തീരുന്ന ഒരു പ്രൊജക്റ്റ് ആയിരിക്കില്ല. നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട് കാരാപ്പുഴ പോലത്തെ ഒരു പദ്ധതി. എത്ര വർഷത്തിന് ശേഷമാണ് ഇവിടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? അപ്പോൾ ഇവിടെ ഇതൊരു എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു 50-100 വർഷത്തിന് ശേഷമായിരിക്കാം ചിലപ്പോൾ ഈ ഒരു പദ്ധതി ഇവിടെ വരുന്നത്. ഈ 50-100 വർഷത്തിനിടയ്ക്ക് ഇവിടെ വരുന്ന ഒരു പദ്ധതിക്കും ആ കാലയളവിൽ ഈ പുൽപ്പള്ളി മേഖലയിൽ ഈ വരൾച്ചയും ഈ വെള്ളത്തിനും ഒരു പരിഹാരം വേണ്ടേ? അതൊരു ഉടൻ കണ്ടെത്തുകയാണ് വേണ്ടത്. ഈ കടമാൻ തോട് പദ്ധതി വരണമെന്നാണോ വേണ്ട എന്നാണോ തീർത്ത് പറയുന്നത്? കടമാൻ തോട് പദ്ധതി വരണമെന്നല്ല. കടമാൻ തോട് പദ്ധതി വലിയൊരു മെഗാ ഒരു പദ്ധതിയാണെങ്കിൽ, വലിയൊരു 10-500 കുടുംബങ്ങളെ ഒഴിപ്പിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണെങ്കിൽ അത് വളരെ ഈ പുൽപ്പള്ളി മേഖലയെ തകർക്കുന്നതിനുള്ള ഒരു മുന്നോട്ട് പോകുന്ന രീതിയായിരിക്കും. ആ രീതിയിൽ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ചെറിയ രീതിയിലുള്ള ഒരു അണക്കെട്ടുകളോ ചെറിയ രീതിയിലേക്ക് കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതിയിലേക്കോ ചെറിയ ഡാമുകൾ വരുന്നതിനെക്കുറിച്ചിട്ടോ ആ രീതിയിലൊക്കെ ആയിരിക്കും ഈ ഒരു പദ്ധതി ഗുണം ചെയ്യുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ശ്രീ ബാബു നമ്പുടാകം, താങ്കൾ ഇത് വരുന്നതിന് എതിരെ രൂപീകരിക്കപ്പെട്ട ഒരു സമിതിയുടെ ആളാണ്, അതിൻ്റെ രക്ഷാധികാരിയാണ്. ഈ പദ്ധതി വരുവോ ഇല്ലയോ എന്ന് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. അതിൻ്റെ DPR തയ്യാറാക്കപ്പെട്ടിട്ടില്ല, ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ. ആ സമയത്ത് എന്താണ് ഇങ്ങനെ ഒരു വിരുദ്ധ സമിതി പെട്ടെന്ന് രൂപീകരിക്കാനുള്ളൊരു കാരണം? കുറച്ച് സമയമായിട്ടുണ്ടാവുമല്ലോ താങ്കളുടെ ഒരു കർമ്മസമിതി രൂപീകരിച്ചിട്ട്. ഇത് പെട്ടെന്നുണ്ടായ ഒരു സമിതിയല്ല. എല്ലാ വർഷവും ഈ പൊതുവെ പറയുന്ന പോലെ ഈ ആണ്ടുതോറും നടത്തി വരാറുള്ള ഒരു നേർച്ച എന്ന് പറയുന്ന പോലെ വരൾച്ച വരുമ്പോൾ ഉടനെ മീഡിയാസും കുറച്ച് മറ്റുള്ള ആൾക്കാർ ഏറ്റുപിടിക്കും. ഇവിടെ പുൽപ്പള്ളി മേഖല കടുത്ത വരൾച്ചയിലാണ്, അതുകൊണ്ട് ഇവിടെ കടമാൻ തോട് പദ്ധതി വന്നേ തീരുമെന്ന്. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഈ പദ്ധതിയെക്കുറിച്ച് ആരും പറയാറില്ല. എന്ന് പറഞ്ഞാൽ ഇത് ഈ നാട്ടിലെ ജനങ്ങളെ ഭീതിയിലാക്കുവാൻ വേണ്ടി ഇതിൻ്റെ പിന്നിൽ മറ്റെന്തോ ദുരുദ്ദേശമുണ്ട് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായപ്പോഴാണ് ഞങ്ങൾ കഴിഞ്ഞ 5 വർഷമായി ഈ പദ്ധതിക്കെതിരെ വൻകിട പദ്ധതി എന്ന് 28 മീറ്റർ ശ്രീ കെ പൗലോസ് സാറ് പറഞ്ഞതുപോലെയുള്ള ഈ 28 മീറ്ററും 40 മീറ്ററുമുള്ള പദ്ധതിക്ക് വിരുദ്ധമായി അത് വന്നു കഴിഞ്ഞാലുണ്ടാകുന്ന ദുരന്തം എന്ത് എന്നുള്ളത് ഞങ്ങൾ കൃത്യമായിട്ട് അറിയുന്നു. കാരണം ഇപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ കാരാപ്പുഴ പദ്ധതി 6.5 കോടി രൂപയ്ക്കാണ് ആ പദ്ധതി തുടങ്ങുന്നത്. 6.5 കോടി രൂപയ്ക്ക്
5221 ഹെക്ടർ സ്ഥലത്ത് ജലസേചനം നടത്താൻ സാധിക്കുമെന്നായിരുന്നു അവർ ആ പദ്ധതിക്ക് അന്ന് അവകാശം പറഞ്ഞിരുന്നത്. ഇപ്പോൾ അന്ന് 6.5 കോടി രൂപ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ലഭ്യമായ കണക്ക് പ്രകാരം ഏതാണ്ട് 1000 കോടി രൂപ മുടക്കി കഴിഞ്ഞു. പദ്ധതിയിൽ നിന്ന് ഒരു തുള്ളി ജലം കിട്ടിയില്ല. ബാണാസുര സാഗർ പദ്ധതിയുടെ പദ്ധതി ഇതിലെ ക്യാഷിന്റെ അവസ്ഥ അവിടെ നിൽക്കട്ടെ. ക്യാഷിന്റേതാണോ താങ്കളുടെ പ്രശ്നം, പദ്ധതിയുടെ ഏതാണോ പ്രശ്നം? പദ്ധതിയിലേക്ക് വരും. അതെ, മുൻകാലത്ത് നടപ്പാക്കിയ 2 പദ്ധതിയും അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ബാണാസുര സാഗർ പദ്ധതി നടപ്പാക്കിയപ്പോൾ അതിൻ്റെ 1/3 ജലസേചനത്തിനും 2 വൈദ്യുതി ഉപയോഗത്തിനും പറഞ്ഞ ഒരു തുള്ളി വെള്ളം നാളിതുവരെയായിട്ട് കൃഷിക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ മാറി മാറി ഭരിച്ചവരൊക്കെ ഈ പറഞ്ഞ ഇപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞ പോലെ മറ്റേ ഡാമിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം കൊണ്ടുവരിക എന്നുള്ളത് ഈ നിർദ്ദേശങ്ങൾ ഉട്ടോപ്യൻ ഐഡിയയാണ്. നടക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ ദൗർലഭ്യമുണ്ട്, ക്ഷാമമുണ്ട്. പക്ഷേ ഈ ഇങ്ങനെയൊരു പദ്ധതി 28 മീറ്ററിൻ്റെ ഒരു പദ്ധതി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടുത്തെ അതായത് ഇവിടെ ഈ കടമാന്തോട്ടെ കരയിലുള്ളത് മീനംകൊല്ലി പോലെയുള്ള മേഖലകൾ 5 സെൻറ്റുള്ള വളരെ പാവങ്ങൾ ഇതിൻ്റെ ഇരുകരയിലുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങളും. ഈ ജനങ്ങളെ ഇനിയൊരു കുടിയൊഴിപ്പിക്കലുണ്ടായാൽ ഇവരെങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ സാധിക്കും? തീർച്ചയായിട്ടും സാധിക്കുകയില്ല. മറ്റൊന്ന്, ഇതിനു മുമ്പ് ഈ കടമാന്തോടിൻ്റെ അങ്ങിങ്ങത്തെ നിരവധി തടയണകൾ കെട്ടിയിട്ടിട്ടുണ്ട്. ഒരൊറ്റ എണ്ണത്തിന് ചീപ്പിട്ടിട്ടില്ല. തടയണ കെട്ടി എന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ ചിലവാക്കി, ഒരെണ്ണത്തിന് ചീപ്പ്, പിന്നെ ജലം അതിന് സംഭരിക്കാൻ സാധിക്കുകയില്ല. അപ്പം തീർച്ചയായിട്ടും അത് കഴിഞ്ഞ് എനിക്ക് ഇതിനു മുമ്പ് സംസ്ഥാന സർക്കാർ തന്നെ ഈ വരൾച്ച രൂക്ഷമായ സാഹചര്യത്തിൽ 10 ഇടത്തരം തടയണ, കുറച്ചുകൂടെ വലിയ തടയണകൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഫണ്ട് അലോട്ട് ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ അറിയിപ്പ്. ഒരൊറ്റ അത് പണിതിട്ടില്ല. ഇവിടെ ജലം സംഭരിക്കാൻ ഞങ്ങളിങ്ങനെ വൻകിട പദ്ധതിയുടെ പ്രശ്നം വളരെ സജീവമായി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളിതിന് നിർദ്ദേശം അന്നത്തെ ജില്ലയിലെ മണ്ണ് സംരക്ഷണ ഓഫീസറായ PU ദാസാറുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് ഇതിന് വേണ്ടിയിട്ട് നിർദ്ദേശം ഞങ്ങൾ ഗവൺമെൻറ് മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിൽ വെച്ച നിർദ്ദേശം ഇതായിരുന്നു: പുൽപ്പള്ളി മുള്ളംകൊല്ലി മേഖലയുടെ ചുറ്റെത്തി വനമേഖലകളാണുള്ളത്. ഈ വനത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഒട്ടേറെ ജലസ്രോതസ്സുകളുണ്ട്, ചതുപ്പ് നിലങ്ങളുണ്ട്. ഇവിടെ 10 മീറ്റർ വരെ ഞങ്ങളത് പഠനം നടത്തിയ 10 മീറ്റർ വരെ ഉയരത്തിൽ തടയണകൾ ഉപയോഗിച്ച് ജലം സംരക്ഷിക്കാൻ സാധിക്കും. ഒരാളെ പോലും കുടിയിറക്കേണ്ടി വരുന്നില്ല. വന്യമൃഗങ്ങൾക്ക് കുടിക്കാനുള്ള ജലം അവിടെ ലഭ്യമാകുന്നു. ആ ജലം കൃഷിക്ക് ഉപയുക്തമാക്കാൻ സാധിക്കും. ഇതിന് വേണ്ടിയിട്ട് യാതൊരു വിധ നടപടികളും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ഇത്തരം പദ്ധതി എന്ന് പറയുന്നത് ജനത്തെ കൊള്ളയടിക്കാനും ജനത്തെ ഭീതി, ഇങ്ങനെ നീണ്ടു പോകുന്നതിൽ കാര്യമില്ല. ഓക്കെ, താങ്കളിലേക്ക് വരാം. അദ്ദേഹം ഒരു ബദൽ മാർഗം വെച്ചിരിക്കുന്നു. ഇപ്പോൾ താങ്കൾ അത് വരണമെന്ന് പറയുന്ന ഒരു കർമ്മസമിതിയുടെ കൺവീനറാണ് ശ്രീ ജോസ് നെല്ലേടം. ഇവിടെ മുള്ളൻകൊല്ലി പഞ്ചായത്തിന് അനിവാര്യമാണെന്നും പുൽപ്പള്ളി പഞ്ചായത്തിലെ ചില വാർഡുകളിലെ ഏകദേശം വലിയ ഒരു ജനവിഭാഗം തന്നെ കുടിയൊഴിപ്പിക്കേണ്ടി വരുമെന്നുമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ് താങ്കൾ ഉന്നയിക്കുന്ന ഒരു വാദം? ഇത് വരണമെന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവരും പറയുന്നു അതിന് അവ്യക്തതയാണെന്ന്. പക്ഷേ താങ്കൾ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും പഠിച്ചതിന് ശേഷമാണോ ഇത് വരണമെന്ന് ഇപ്പോൾ പറഞ്ഞ് ഒരു കർമ്മസമിതി ഉണ്ടാക്കിയിരിക്കുന്നത്? കർമ്മസമിതിയെ സംബന്ധിച്ച് ഈ കടമാന്തോട് പദ്ധതിയെക്കുറിച്ച് പറയുന്നതിനെക്കാട്ടിലും ഉപരി എനിക്കൊരു 10-20 വയസ്സുള്ള കാലം മുതൽ കാവേരി നദീജല ട്രൈബ്യൂണലിലെ തർക്കങ്ങളെക്കുറിച്ച് പേപ്പറുകളിലെ ന്യൂസുകളൊക്കെ നമ്മൾ വായിച്ചിരുന്നു. വയനാട് ജില്ലയ്ക്കും കേരളത്തിനൊക്കെ അടക്കം 30 TMC വെള്ളം ട്രൈബ്യൂണലിൽ നിന്ന് വിധിയായത് 2016 അതിനുശേഷം അതിന് അപ്പീൽ പോയി 2018 അന്തിമ വിധി വന്നു. MS സുരേഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 15 വർഷത്തേക്ക് പുനഃപരിശോധിക്കാത്ത ഒരു വിധിയാണ് ലാസ്റ്റ് ട്രൈബ്യൂണലിൽ നിന്ന് വന്നത്. അന്ന് കേരള ഗവൺമെൻറ് ഏകദേശം 7ഓളം പദ്ധതികൾ വയനാട്ടിൽ നിന്നും 2 പദ്ധതികൾ വയനാട് പുറത്തുനിന്ന് 30 TMC വെള്ളം കേരളത്തിന് അനുവദിച്ച വെള്ളം എടുക്കുന്നതിന് വേണ്ടി ട്രൈബ്യൂണലിൽ പ്രപ്പോസൽ കൊടുത്തിരുന്നു. അത് വെച്ചിട്ടാണ് വിധി വന്നത്. അതിൽ കൊടുത്തതിൽ ഇടുക്കിയിൽ പാമ്പാർ പ്രൊജക്റ്റിൽ 3 TMCയും പാലക്കാട് 6 TMCയും പദ്ധതികൾ വരികയും വയനാട്ടിൽ 21 TMC 6-7 പ്രൊജക്റ്റുകൾക്കായിട്ട് കടമാന്തോട് അടക്കമുള്ള പ്രൊജക്റ്റുകൾക്കായിട്ട് ഗവൺമെൻറ് പ്രപ്പോസൽ കൊടുത്തു. ഈ ഗവൺമെൻറ് പ്രപ്പോസൽ കൊടുത്ത് ഭവാനി പദ്ധതിയുടെ പ്രവൃത്തിയും അതുപോലെ തന്നെ പാമ്പാർ പദ്ധതിയുടെ പ്രവൃത്തി ഏകദേശം കമ്മീഷൻ ചെയ്യുന്ന ലെവലിൽ ഇപ്പോഴായിട്ടുണ്ട്. പക്ഷേ വയനാട്ടിൽ 21 TMCയിൽ കാരാപ്പുഴയും അതുപോലെ തന്നെ ബാണാസുരയും അടക്കം കേവലം 4 TMCയുടെ വെള്ളം മാത്രമേ ഇതുവരെ ശേഖരിക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും 82 TMC വെള്ളം ഒരു മഴക്കാലത്ത് തമിഴ്നാട്ടിൽ കർണാടകത്തിലേക്ക് ഒഴുകിപ്പോകുമ്പോൾ ഈ കടമാന്തോടുള്ള വെള്ളം ആളുകൾക്ക് കൂടുതൽ വിനാശകരമല്ലാത്ത രീതിയിൽ കൃത്യമായ സർവേകൾ നടത്തി അതിന് DPR ഉണ്ടാക്കി ഇവിടെ ഈ അണക്കെട്ടിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം മുതൽ വൻകിട അണക്കെട്ടെന്നുള്ള ഒരു ആരോപണങ്ങളാണ് നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മളൊരു വീട് പണിയുകയാണെങ്കിൽ പോലും അതിനൊരു എസ്റ്റിമേറ്റ് ഉണ്ടാവും. അത് നമ്മളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയത്, നമ്മുടെ സ്ഥലത്തിന് ഒതുങ്ങിയത് എന്നുള്ളത് തീരുമാനിച്ചിട്ടാണല്ലോ നമ്മളൊരു വീട് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രിലിമിനറി സർവേ, അതുപോലെ തന്നെ ഇതിൻ്റെ സാമൂഹികാഘാത പഠനം, അതുപോലെ തന്നെ ഇതിൻ്റെ പബ്ലിക് ഹിയറിങ്, ഏറ്റവും അവസാനം ഇതിൻ്റെ ഫൈനൽ പ്രപ്പോസൽ
ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഗവൺമെൻറ്റിൽ സബ്മിറ്റ് ചെയ്ത് ഒരു പ്രദേശത്തിനും ജനങ്ങൾക്കും ഗുണകരമായ രീതിയിൽ ഈ പദ്ധതി എത്രയോ മുമ്പ് ആസൂത്രണം ചെയ്തിരുന്നു എങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഒരാൾക്ക് പോലും പ്രയാസം ഉണ്ടാകാത്ത രീതിയിൽ കാർഷിക വൃത്തി ഇവിടെ ആളുകൾക്ക് ഗുണകരമായി വന്നതിനും ഇപ്പോൾ ഇവിടെ ആളുകൾ കുരുമുളക് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന ഈ പ്രദേശത്തെ ക്ഷീരമേഖലയിൽ കിലോയ്ക്ക് 5 രൂപ തോതിൽ ചോളകത്തണ്ട് ഇവിടുത്തെ വെള്ളം ഒഴുകിപ്പോകുന്ന വെള്ളം ഉപയോഗിച്ച് കർണാടകത്തിൽ നിന്ന് തിരിച്ചു വാങ്ങി ഇവിടെ ക്ഷീരമേഖല പിടിച്ചു നിൽക്കുക. അപ്പോൾ നമ്മളുടെ വന്ന ഗവൺമെൻറ്റുകളൊക്കെ ഈ വിനാശകരമല്ലാത്ത രീതിയിൽ ഒരു അര TMC വെള്ളമെങ്കിലും കാവേരി നദീജല ട്രൈബ്യൂണൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന പ്രപ്പോസൽ അനുസരിച്ച് പുതിയൊരു പ്രപ്പോസൽ വെച്ചാൽ അത് നമ്മൾക്ക് സാധിക്കത്തില്ല. കാരണം കർണാടകയിലെ ഹൊഗരകൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് 69 TMCക്ക് കർണാടക ഗവൺമെൻറ് ഒരു പുതിയ അണക്കെട്ടുണ്ടാക്കിയിട്ട് തമിഴ്നാട് അത് ഒബ്ജക്റ്റ് ചെയ്തു. കാരണം നമ്മളുടെ ഇപ്പോൾ ഞാനൊരു കത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു 2 ആഴ്ച മുമ്പ് വന്നതാണ്. ഇവിടുത്തെ കേരള വാട്ടർ അതോറിറ്റി മുള്ളംകൊല്ലി ഗ്രാമപഞ്ചായത്തിന് അയച്ച കത്താണ്. ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് പുഴയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്നതിന് പ്രയാസമുള്ളതുകൊണ്ട്, നിയമപ്രശ്നങ്ങളുള്ളതുകൊണ്ട് പുഴയുടെ തീരത്ത് ഒരു 1/2 ഏക്കർ സ്ഥലം ഒരു ഡീപ്പ് വെല്ല് താഴ്ത്തുന്നതിനും പമ്പ് ഹൗസ് സ്ഥാപിക്കുന്നതിനും വേണ്ടി എടുത്തു കൊടുക്കണമെന്നാണ്. കാരണം അതിൻ്റെ അർത്ഥം ഈ വൈരക്കുപ്പിക്ക് താഴേക്ക് അല്ലെങ്കിൽ പെരിക്കലൂർ 1-ാം വാർഡിന് താഴേക്കുള്ള സ്ഥലം വീച്ചനകളുടെ ക്യാച്ച്മെൻറ്റ് ഏരിയ ആണതുകൊണ്ടും കബനിയിലെ വെള്ളത്തിന് കേരളത്തിന് നേരിട്ട് നിയന്ത്രണമില്ലാത്ത സ്ഥലത്താണ് നമ്മളുടെ വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസ് ഇരിക്കുന്നത് കൊണ്ടും പുൽപ്പള്ളിക്ക് ഒരു കുടിവെള്ളത്തിനും ജലസേചനത്തിനും ഒരു സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി കൃത്യമായ സർവ്വേകൾ നടത്തി കൂടുതൽ ആളുകൾക്ക് പ്രയാസം ഇല്ലാത്ത രീതിയിൽ 2013 ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം ദേശീയവാദിക്ക് സ്ഥലം എടുക്കുന്നത് പോലെ മതിപ്പ് വിലയുടെ 4 ഇരട്ടിയും 12% പലിശയ്ക്കാണ് ഇപ്പോൾ ഇൻട്രസ്റ്റിലാണ് ആളുകളെല്ലാം ഭൂമി വിട്ടുകൂടുക. അതുപോലെ കടമ്പാന്തോട് പദ്ധതി പ്രദേശത്തുള്ള ഒരാളുടെ കണ്ണീരും ശാപവും വീഴാതെ ഈ പദ്ധതി നടപ്പാക്കേണ്ടതിൻ്റെ ആർജവത്വം ഈ പ്രപ്പോസൽ വെച്ച ഗവൺമെൻറ്റുകൾക്കാണ്. അതാണ് അവരാണ് ഈ ആളുകളെ ആശങ്കയിലാക്കിയത്. ഓക്കെ, ഇവിടെ നിന്ന് ആർക്കാണ് എന്നെ ചോദിക്കാനുള്ളത്? ഇവിടെ സംസാരിക്കാം, പെട്ടെന്ന് തീർക്കണം ചോദ്യം. ആദ്യമായി എനിക്ക് ഈ പദ്ധതിയായി ബന്ധപ്പെട്ട് ഒരൊറ്റ കാര്യം ചോദിക്കാനുള്ളൂ. ഈ പദ്ധതി ആണാണോ പെണ്ണാണോ ഇതുവരെ തീരുമാനമായിട്ടില്ല. ഈ പദ്ധതിയെക്കുറിച്ച് ചർച്ചകൾ 10-20 വർഷക്കാലമായിട്ട് കടമ്പാന്തോട് പദ്ധതി എന്ന് പറഞ്ഞ് ഇവിടെ മുറവിളി കൂട്ടുമ്പോഴും പറയുമ്പോഴും ഇവിടെ സമരം ചെയ്യുമ്പോഴും ഒക്കെ എന്തെങ്കിലും ഒരു തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നൊരു എന്തെങ്കിലും ഒരു തീരുമാനം ഈ പദ്ധതിക്ക് ഉണ്ടായിട്ടുണ്ടോ? ഒരു തീരുമാനം പോലും ഉണ്ടായിട്ടില്ല. ആ തീരുമാനം ഉണ്ടാകാതെയാണ് ഇവിടെ കിടന്നുകൊണ്ട് ഈ പുകില് മുഴുവൻ ഉണ്ടാക്കുന്നത്. ആളുകളിപ്പോൾ കുറച്ച് മുമ്പേ നമ്മുടെ ബാബു പറഞ്ഞ പോലെ എന്താ അവിടുത്തെ ഒരു അവസ്ഥ? അവിടെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വിടാൻ പറ്റുന്നില്ല, സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇവിടെ നമ്മുടെ ബാബു ഒരു കാര്യം പറഞ്ഞു, 5 വൻകിട തടയണകൾ നിർമ്മിക്കാൻ വേണ്ടി 86 കോടി രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞ് പുൽപ്പള്ളി ടൗൺ ചർച്ചിൽ വെച്ച് യോഗം വിളിച്ചു കൂട്ടി. അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രി പറഞ്ഞു 86 കോടി പോയിട്ട് 86 പൈസ കിട്ടിയോ? കിട്ടിയില്ല. എന്നിട്ട് പിന്നെ കടമ്പാന്തോട് പദ്ധതിയും പറഞ്ഞ് ഇവിടെ ഈ ആളുകളെ മുഴുവൻ ദുരിതത്തിലാക്കണ്ട. പദ്ധതി വെള്ളം വേണ്ട എന്ന് ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങൾ പറയുന്നു വെള്ളം വേണം. പുൽപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം പുൽപ്പള്ളിയുടെ ഇന്നത്തെ ഈ കാർഷിക മേഖലയുള്ള തകർച്ചയ്ക്ക് കാരണം വരൾച്ചയാണ്. അതിന് ശക്തി വ്യക്തമായ രീതിയിൽ പറഞ്ഞാൽ വെള്ളം വേണം, അതിനെതിരല്ല. അപ്പോൾ അതിനൊരു വ്യക്തത ഇവിടെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു മഞ്ഞക്കല്ല് കൊണ്ടു ഇവിടെ കൊണ്ട് കുഴിച്ചിട്ടെ, അപ്പം അറിയാം ഇവിടുത്തെ ജനത്തിൻ്റെ വികാരം. ഈ ഒരു കല്ല് പോലും കുഴിച്ചിടാൻ പറ്റാതെ, ഒരു സർവേ നടത്താതെ ഈ കാര്യങ്ങളുമായിട്ട് എങ്ങനെ മുമ്പോട്ട് പോകും? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്, അതല്ല ഒരു ഭരണകൂടം ചെയ്യേണ്ടത്. ശ്രീ എം എസ് സുരേഷ് ബാബു, മഞ്ഞക്കല്ല് കുഴിച്ചെടുത്ത് ഇവർക്ക് വലിച്ചു പറിച്ച് കളയാൻ വേണ്ടിയിട്ടാ, അതാരും നടക്കൂല. ഇവിടെ ബഹുമാനായിട്ടുള്ള നേരത്തെ KLP സൂചിപ്പിച്ചതുപോലെ ജനങ്ങളുടെ ആശങ്ക അകറ്റണം. ജനങ്ങളുടെ ആശങ്ക അകറ്റണമെങ്കിൽ നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു പദ്ധതി ഇപ്പോൾ ഗവൺമെൻറ് സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ബഹുമാനല്ല ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് PJ ജോസഫ് മന്ത്രി ഇവിടെ വന്ന് ചർച്ച നടത്തിയത്. ഒരു മന്ത്രി വന്ന് ഒരു പദ്ധതിയെക്കുറിച്ച് ചർച്ച നടത്തുന്നത് ഗവൺമെൻറ് തല തീരുമാനമില്ലാതെ വെറുതെ വന്ന് പോവോ? ഈ 2020 ഗവർണറുടെ നയപ്രഖ്യാപന രേഖ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കാം. 5 വർഷക്കാലം കൊണ്ട് പൂർത്തീകരിക്കപ്പെടേണ്ടുന്ന പദ്ധതികളിലൊന്നായി കടമ്പാന്തോട് പദ്ധതിയെ കേരളത്തിലെ ഇന്നത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഗവർണറുടെ നയരേഖ എടുത്ത് പരിശോധിച്ചാൽ മതി. അതിൽ 147ാമത്തെ കണ്ണി എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടും. മറ്റൊരു പ്രശ്നം, ഇവിടെ ഇത് ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നു. എന്തുകൊണ്ടാണ് ഈ പദ്ധതിയെ സംബന്ധിച്ച് ഈ ആശങ്ക നിൽക്കുന്നത്? നിങ്ങൾ നോക്കൂ, വയനാട് ജില്ലയിൽ 2 പദ്ധതി പ്രഖ്യാപിച്ചു. ഒന്ന് തോണ്ടാർ പദ്ധതിയാണ്, ഒന്ന് കടമ്പാന്തോട് പദ്ധതിയാണ്. ആ തോണ്ടാർ പദ്ധതിയുടെ എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങളും അവിടുത്തെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അത് പൂർത്തീകരിച്ച് ഏറ്റവും അവസാനമായി മുമ്പത്തെ ഞായറാഴ്ച അവിടെ സ്പെഷ്യൽ ഗ്രാമസഭ വിളിച്ചു ചേർത്ത് ആ പദ്ധതിക്ക് അന്തിമ അനുമതി ജനങ്ങളുടെ ഭാഗത്ത് കൊടുത്തു. സർവേ നടപടിക്ക് വേണ്ടിയുള്ള അനുമതിയാണ് കൊടുത്തത്. അതിന് മുൻകൈ എടുത്തത് മാനന്തവാടി MLA ബഹുമാനായ കേളു MLA. നമുക്കുണ്ടല്ലോ MLA. ഇവിടുത്തെ ജനങ്ങളും സർക്കാർ തമ്മിലുള്ള മീഡിയേറ്റർ ആരാ? MLA ആണ്. MLAക്ക് ഉത്തരവാദിത്തമില്ലേ ഈ പ്രശ്നം പരിഹരിക്കാൻ? ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2019 ബിന്ദു പ്രകാശ് പഞ്ചായത്തിന് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ
അപ്പുറത്ത് ഗിരിജാകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ, രുക്മിണി സുബ്രഹ്മണ്യം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് യോഗം വിളിച്ചു. വയനാട് ജില്ലയിലെ 3 MLA-മാരെയും ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി യോഗം വിളിച്ചു. അതിൽ നിന്ന് മുള്ളംകൊല്ലി പ്രസിഡന്റും ബഹുമാനയുള്ള IC ബാലകൃഷ്ണൻ MLA-യും വിട്ടുവന്നു. മറ്റ് ജനപ്രതിനിധികൾ പങ്കെടുത്തു. അവസാനം മുഖ്യമന്ത്രിയെ നിർദ്ദേശിച്ചു, നിങ്ങൾ കാര്യം ചെയ്യും, വയനാട് കളക്ടറേറ്റ് യോഗം വിളിക്കുക, ബഹുമാനായുള്ള MLA കൂടി പങ്കെടുക്കട്ടെ. അങ്ങനെ IC ബാലകൃഷ്ണൻ MLA-യോട് 3-4 തവണ അന്നത്തെ അദില അബ്ദുള്ള ബഹുമാനായുള്ള കളക്ടർ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞല്ലോ, ഡേറ്റ് നിശ്ചയിച്ചല്ലോ, മാറ്റി വെച്ചല്ലോ. ഞങ്ങൾ പറയുന്നത് കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല പറയുന്നത്. നമ്മുടെ നാടിൻ്റെ പ്രശ്നം, ആ നാട്ടിലെ ജനങ്ങൾ അഭിമുഖീകരിക്കപ്പെടുന്ന പ്രശ്നം, ബാങ്കിൽ പോയ വായ്പ കിട്ടില്ല, ഒരു ഭൂമി എടുത്തുകൊണ്ട് ഭൂമി വിൽക്കാൻ വേണ്ടി കഴിയില്ല, കുട്ടികളുടെ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടി കഴിയുന്നില്ല, കുട്ടികളെ കെട്ടിച്ചയക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നൊക്കെ പറയുന്ന വൈകാരികമായിട്ടുള്ള ഒരു തലമുറയുണ്ട്. അത് പരിഹരിക്കപ്പെടണമെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കപ്പെടുന്ന ഈ ആശങ്കയാണ് അകറ്റേണ്ടത്. അതിൽ ജനപ്രതിനിധി എന്ന രൂപത്തിൽ ബഹുമാന്യനായുള്ള MLA-ക്ക് നിർണായകമായ ഉത്തരവാദിത്വമുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ഡിസംബർ മാസം 30-ാം തീയതി വയനാട് ജില്ലയിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വിളിച്ച യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു, കടമാന്തോട് പദ്ധതി നടപ്പാക്കാൻ എന്നെ കാക്കേണ്ടതില്ല, ഞാൻ അതിന് നിൽക്കൂല എന്നാണ് ബഹുമാന്യനായിട്ടുള്ള MLA പറഞ്ഞത്. അതാണോ ജനപ്രതിനിധി ഉത്തരവാദിത്വം? നമുക്കെല്ലാവർക്കും അറിയാം, ഇത് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നമാണ്. അത് പരിഹരിക്കാൻ ഏത് ഗവൺമെന്റ്, കേരളത്തിലെ ഏത് ഗവൺമെന്റ് ഭരിച്ചാലും ഇതൊരു സാങ്കേതിക പ്രശ്നമായി നിൽക്കുകയാണ്. അത് MLA എന്ന രൂപത്തിൽ അദ്ദേഹം ഉത്തരവാദിത്തമുണ്ട്. ഓക്കെ, ശ്രീ KLP അതിന് മറുപടി പറയണം. ശ്രീ KLP-യോടാണ് ചോദ്യം. കടമാന്തോട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ നിലപാടൊന്ന് വ്യക്തമാക്കണം. MLA IC ബാലകൃഷ്ണൻ പുൽപ്പള്ളിയിൽ ഒരു നിലപാടും മുള്ളംകൊല്ലിയിൽ മറ്റൊരു നിലപാടുമാണ്. പുൽപ്പള്ളിയിൽ കടമാന്തോട് പദ്ധതി വേണ്ട എന്ന അഭിപ്രായം പറയുമ്പോൾ മുള്ളംകൊല്ലിയിൽ അത് വേണമെന്ന് പറയുകയാണ്. ഇതേ MLA തന്നെ സർവേ നടപടികൾക്ക് വേണ്ടി യാതൊരു കാര്യവും ചെയ്യാതെ ജനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ശ്രീ KLP ഒന്ന് സൂചിപ്പിക്കണം. താങ്കൾക്ക് പറയാം. പ്രിയപ്പെട്ട സുരേഷ് ബാബു പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അനുദിനം ഓരോ തിരഞ്ഞെടുപ്പുകളിലും ജനപിന്തുണ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ IC ബാലകൃഷ്ണൻ MLA-ക്ക് CPM-ന് ഇത്രമാത്രം ഭയമുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. കാരണം എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? IC ബാലകൃഷ്ണൻ MLA-യുടെ നേതൃത്വത്തിൽ യോഗം കൂടിയില്ല എന്ന് നിങ്ങൾ പല പറ്റി ആവർത്തിക്കുന്നു. ഞാൻ പരിശോധിക്കണം. കലക്ട്രേറ്റിൽ കലക്ടർ അദീല അബ്ദുള്ളയുടെ സാന്നിധ്യത്തിൽ ശ്രീ IC ബാലകൃഷ്ണൻ MLA-യും അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ശ്രീ TS ദിലീപ് കുമാറും അന്നത്തെ പുൽപ്പള്ളി പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ശ്രീമതി ബിന്ദു പ്രകാശും അന്നത്തെ മുള്ളംകൊല്ലി പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ശ്രീമതി ഗിരിജ കൃഷ്ണനും പങ്കെടുത്തതിൻ്റെ വാർത്ത ആണ് ഞാൻ എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത്. ആ യോഗത്തിൻ്റെ തീരുമാനം പ്രത്യേകം ശ്രദ്ധിക്കണം. ആ യോഗത്തിൻ്റെ തീരുമാനം പഞ്ചായത്ത് തലത്തിൽ സർവകക്ഷി യോഗം വിളിക്കുന്നതിനും ഗ്രാമസഭകൾ ചേർന്ന് ഈ പദ്ധതിക്ക് അനുകൂലമായ ധാരണകൾ ഉണ്ടാക്കുന്നതിനുമാണ് അന്ന് അവിടെ തീരുമാനിച്ചത്. അന്ന് പുൽപ്പള്ളി പഞ്ചായത്തിൽ ഭരിക്കുന്നത് CPM-ൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ്. ജനുവരി മാസം 1 ഈ വാർത്ത വന്നിരിക്കുന്നത്, 2020. അന്ന് പുൽപ്പള്ളി പഞ്ചായത്ത് ഭരിക്കുന്നത് CPM-ൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ്. IC ബാലകൃഷ്ണനും കലക്ടറും അടക്കം പങ്കെടുത്ത യോഗത്തിൻ്റെ തീരുമാനം ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് പുൽപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതി സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തില്ല? എന്തുകൊണ്ട് പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഗ്രാമസഭകൾ വിളിച്ചു ചേർത്തില്ല? അന്ന് ശ്രീ IC ബാലകൃഷ്ണൻ അടക്കം പങ്കെടുത്ത യോഗമാണ്. പങ്കെടുത്തില്ലെന്നും അദ്ദേഹം മാറി നിൽക്കുന്നെന്നും അദ്ദേഹം അപ്പുറം ഒന്ന് പറയുന്നെന്നും ഇപ്പുറം ഒന്നും പറയുന്നത്, അത് IC ബാലകൃഷ്ണനോടുള്ള ഇത്രയും ഭയം CPM-നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായില്ല. കൃത്യമായി ഞങ്ങൾ പറയുന്നു, ഇവിടെ 2 പഞ്ചായത്തുകൾക്ക് അനുയോജ്യമായ തരത്തിലുള്ളൊരു പദ്ധതി വരണമെന്നുള്ളതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ശ്രീ MS സുരേഷ് ബാബു മറുപടി പറയും. ഇവിടെ എന്തോ പറഞ്ഞു. ഗുഡ് ഈവനിങ്. എനിക്ക് ആദ്യം പറയാനുള്ളത്, ഞാൻ പ്രതിനിധീകരിക്കുന്ന വാർഡ് പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ ആശങ്ക ഈ കടമാന്തോട് പദ്ധതിയിൽ അത് വളരെ അധികമാണ്. ജനങ്ങൾക്ക് സാമ്പത്തികവും അതുപോലെ തന്നെ മാനസികവുമായ പ്രത്യാഘാതം അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും അത് തന്നെയാണ് സൂചിപ്പിച്ചതും. അപ്പോൾ നമുക്ക് കൂട്ടായിട്ട് അതിന് നമ്മൾ ആ ആശങ്കകൾ എങ്ങനെ പരിഹരിക്കാം, എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് ആലോചിക്കേണ്ടതുണ്ട്.
ഞാനിപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ സുരേഷ് ബാബു ചേട്ടനോട് തന്നെയാണ്. എനിക്ക് മനസ്സിലായത് ആദ്യത്തെ കാര്യം 128 ഹെക്ടറാണ് ഇതിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് 2012 സാറ്റലൈറ്റ് സർവേ കണ്ടെത്തി. അതിനുശേഷം ഒരു സർവേ നടന്നിട്ടില്ല. അപ്പോൾ ആ 128 ഹെക്ടർ കൃത്യമായിട്ട് അളന്ന് തിരിച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിൻ്റെ ആദ്യത്തെ പടിയാണത്. കൃത്യമായിട്ട് 128 ഹെക്ടർ അളർന്ന് അതിർത്തി നിർണ്ണയിക്കണം. ആരാണ് അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്? എൻ്റെ ക്വസ്റ്റ്യനാണ്. രണ്ടാമത്തെ കാര്യം, 28 മീറ്റർ ഹൈറ്റായിട്ട് കുറച്ചു എന്ന് പറഞ്ഞു. 44 മീറ്റർ ആയിരുന്നു, അത് 28 മീറ്റർ ഹൈറ്റായിട്ട് ഡാമിൻ്റെ ഹൈറ്റ് കുറച്ചു എന്ന് പറയും. നമുക്കറിയാം, ഒരു ചെറിയ പാലം പണിയണമെങ്കിൽ അതിന് സോയിൽ സർവേ നടത്തി അത് എവിടെ നിന്നാണ് അതിൻ്റെ ബേസ്മെൻറ്റ് തുടങ്ങേണ്ടത് എന്ന് കണ്ടെത്തണം. ഇവിടെ 28 മീറ്റർ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ മണ്ണിൻ്റെ സോയിലിൻ്റെ മുകളിൽ നിന്ന് 28 മീറ്റർ ആണോ? അവിടെ സോയിൽ സർവേ നടത്തണ്ടേ? ഇതിൻ്റെ ഹൈറ്റ് എത്ര താഴേക്ക് പോകുമെന്ന് അറിയണമെങ്കിൽ. അപ്പോൾ സോയിൽ സർവേ നടത്തണമെങ്കിൽ, നടത്തിയിട്ട് മുകൾ ഭാഗം ഇത്ര ഹൈറ്റേ ഉണ്ടാവുകയുള്ളൂ എന്ന് ജനങ്ങളെ അറിയിക്കണമെങ്കിൽ അതിൻ്റെ സർവേ ആര് നടത്തും? ഉത്തരവാദിത്വം ആരാണ് ഏറ്റെടുക്കേണ്ടത്? ഭരിക്കുന്ന ഗവൺമെൻറ്റിന് അതിൻ്റെ ഉത്തരവാദിത്വമില്ലേ? അതൊരു MLAൻ്റെ തലയിൽ മാത്രം കെട്ടിവെക്കാൻ പറ്റുമോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ 128 ഹെക്ടർ സ്ഥലത്തുള്ള ജനങ്ങൾ അവരെ കുടിയൊഴിപ്പിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന നഷ്ടപരിഹാര തുക എത്രയാണ്? അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, കളക്ടർ അടങ്ങുന്ന റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ആ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടില്ലെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദിത്വം? ആരാണ് ആ തീരുമാനം എടുപ്പിക്കേണ്ടത്? ശ്രീ MS സുരേഷ് ബാബു. ഇവിടെ വന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇതുമായി ബന്ധപ്പെട്ട് ഈ IC യോഗത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് സംബന്ധിച്ച് സാങ്കേതികപരമായി ശരി തന്നെയായിരിക്കാം. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യത്തിലും ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ മുമ്പാകെ നിൽക്കുന്ന ഈ ആശങ്ക പരിഹരിക്കാൻ അദ്ദേഹം ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിമർശനം. അതാണ് പ്രശ്നം. ഇവിടെ പുൽപ്പള്ളി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് വിളിച്ച യോഗത്തിൽ ICയുടെ ഡേറ്റ് അനുസരിച്ച് പുൽപ്പള്ളി യോഗം വിളിച്ചത്. അവസാന നിമിഷം കോവിഡ് മാനദണ്ഡം പറഞ്ഞുകൊണ്ട് യോഗം മാറ്റിവെക്കുകയാണ് ചെയ്തത്. പിന്നീട് ആ യോഗത്തെക്കുറിച്ചോ മറ്റൊരു കാര്യത്തിലേക്ക് പോയിട്ടില്ല. മറ്റൊന്ന്, ഇപ്പോൾ ഇവിടെ ബഹുമാനമുള്ള മെമ്പർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു പ്രശ്നം, ഇവിടെ 128 ഹെക്ടർ ഭൂമി അതിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയും വൃഷ്ടിപ്രദേശമായ 1635 ഹെക്ടർ ഭൂമി ഒക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ നിശ്ചയിച്ചു എന്ന് പറയുന്നത് ഒരു ഭൂതല സർവേയുടെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങളല്ല. 2012 സാറ്റലൈറ്റ് സർവേയുടെ അടിസ്ഥാനത്തിൽ ഒരു റഫായിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. അന്ന് ഒരു എസ്റ്റിമേറ്റ് തന്നെ ഉണ്ടായിരുന്നു. 330 കോടി രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് തന്നെ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടവർ. അതൊന്നും ഇന്ന് നിൽക്കുന്ന കാര്യമല്ലല്ലോ. ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ ജനങ്ങളുടെ മുമ്പാകെ ഈ പദ്ധതി സംബന്ധിച്ച് കൃത്യതയോടുകൂടി കാര്യങ്ങൾ പറയുകയും അതുമായി ബന്ധപ്പെട്ട് ഭൂതല സർവേ, ജിയോളജിക്കൽ സർവേ, ജിയോളജിക്കൽ ടെക്നിക്കൽ സർവേ, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഭൂകമ്പ സാധ്യതാ പഠനം ഇതെല്ലാം നടത്തി ഇവിടെ ഈ ഡാം പണിയാൻ കഴിയുമോ ഇല്ലയോ എന്ന് സംബന്ധിച്ച് തീരുമാനമെടുത്തതിന് ശേഷമല്ലേ ബാക്കി എല്ലാ കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടി കഴിയൂ. ഇതൊന്നുമില്ലാതെ നമ്മൾ പരസ്പരം പദ്ധതിക്ക് അനുകൂലവും എതിരായി നിന്നുകൊണ്ട് എന്താ കാര്യം? അപ്പൊ ഈ സർവേ നടക്കാതെ ഇത് സംബന്ധിച്ച് ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തത പറയാൻ വേണ്ടി കഴിയില്ല. ഓക്കെ, സർവേ നടന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ വ്യക്തതയില്ല എന്നാണ് പറയുന്നത്. താങ്കൾക്ക് ഇവിടെ പ്രശ്നം സുരേഷ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് പ്രശ്നം. സർവേക്കുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. പദ്ധതിയുടെ ഇവിടെ വിവാദമുണ്ടാകുന്നത് 2012 2015 ഒന്നുമല്ല. 1996 സർവേ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് സർവേക്ക് വേണ്ടി വന്നു. ആ സർവേക്ക് വേണ്ടി വന്നപ്പോൾ സർവേ തടഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നാണ് 48 മീറ്റർ ഉയരം എന്നുള്ള നിലയിലേക്ക് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ള അറിയാൻ കഴിഞ്ഞത്. ഇപ്പം 28ആണ്. അതാണ് നേരത്തെ പറഞ്ഞത്. 2012 28 മീറ്റർ ഉയരത്തിലും 96 സർവേയിൽ ഈ 48 മീറ്റർ ഉയരവും 1.5 TMC വെള്ളം സംഭരിക്കുന്നതിനുള്ള ഡാമായിരുന്നു വിഭാവനം ചെയ്തത്. എന്നാൽ 2012 0.5 TMC വെള്ളം സംഭരിക്കുന്നതിനുള്ള ഡാമാണ് 2012 DPRൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ 2012 DPR അനുസരിച്ചിട്ടാണ് 2013 മന്ത്രി PJ ജോസഫ്, ജലവകുപ്പ് മന്ത്രി PJ ജോസഫ്, വയനാട്ടിലെ അന്നത്തെ മന്ത്രി ശ്രീമതി ജയലക്ഷ്മി, അതുപോലെ വയനാട്ടിലെ കൽപ്പറ്റ MLA ആയിരുന്ന ശ്രേയസ് കുമാർ, ഇവിടുത്തെ MLA ആയിട്ടുള്ള IC ബാലകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന നേരത്തെ സംസാരിച്ച KLP, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ജലവകുപ്പിൻ്റെ
ചീഫ് എഞ്ചിനീയർ മുതൽ താഴേക്കുള്ള ഉദ്യോഗസ്ഥന്മാർ ഇവരെല്ലാം പങ്കെടുത്തു. ആ യോഗത്തിൽ ഞാനും പങ്കെടുത്താണ്. ആ യോഗത്തിൽ ഈ പദ്ധതി വേണം എന്നുള്ളതിൽ അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ അംഗീകരിക്കപ്പെട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അങ്ങനെ അംഗീകരിക്കപ്പെട്ടതിന് ശേഷം അവിടെ ഒരു പ്രധാനപ്പെട്ട തീരുമാനമുണ്ടായി. അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഇവിടെ പദ്ധതി പ്രദേശത്തൊരു യോഗം നടക്കണം. 2013 മാർച്ച് മാസത്തിലെ ബത്തേരി ഗസ്റ്റ് ഹൗസിൽ വെച്ച് നടന്നിട്ടുള്ള യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറഞ്ഞാൽ പദ്ധതി പ്രദേശത്ത് ഒരു യോഗം നടക്കണം. ആ യോഗം ജലവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെയും MLAയുടെയും സാന്നിധ്യത്തിൽ നടക്കണം. എന്തുകൊണ്ട് ആ യോഗം നടത്താൻ MLA തയ്യാറായില്ല? ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ MLA ആണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. MLA അതിന് നാളിതുവരെ തയ്യാറായിട്ടില്ല. അതിനുശേഷം നേരത്തെ ഇവിടെ സംസാരിച്ചിട്ടുള്ള പോലെ ഈ കഴിഞ്ഞ പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി 2 പ്രാവശ്യം തിരുവനന്തപുരത്ത് യോഗം വിളിച്ചു. MLA പങ്കെടുത്തില്ല എന്നിവിടെ പറഞ്ഞു. കൽപ്പറ്റയിൽ വെച്ച് യോഗം നടത്തി. ആ യോഗത്തിൽ ഞങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ആ യോഗത്തിൽ എന്താ തീരുമാനം? KLPയുടെ പറഞ്ഞ ഒരു പരിധിവരെ ശരിയാണ്. എന്താ പറഞ്ഞത്? ഈ 3 പഞ്ചായത്തിൽ യോഗം നടക്കണം. പക്ഷേ പദ്ധതി പ്രദേശത്ത് ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് യോഗം നടക്കണം. അതിന് MLAയുടെ സാന്നിധ്യത്തിൽ യോഗം നടക്കണം. MLA ഇതുവരെ തയ്യാറായിട്ടുണ്ടോ? അങ്ങനെ തയ്യാറാവാത്ത MLA കൊണ്ട് കോൺഗ്രസ് പാർട്ടി അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത് തയ്യാറാക്കിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് KLPയോട് ചോദിക്കാനുള്ള ചോദ്യം. പറയാം. പ്രിയപ്പെട്ട സുബ്രഹ്മണ്യൻ അടക്കം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, MLA ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായി എന്ത് കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ പരിപാടിയുമായി മുന്നോട്ട് പോകണം. ഇവിടെ ജലവിഭവ വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഒരു യോഗത്തിന് വരണമെങ്കിൽ അതിന് വകുപ്പ് മന്ത്രിയുടെ അനുവാദം വേണം, സർക്കാരിൻ്റെ അനുവാദം വേണം. സർക്കാരിൻ്റെ അനുമതിയോടുകൂടി വകുപ്പിൻ്റെ ഉന്നത എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞന്മാരും വരാൻ തീരുമാനിക്കട്ടെ. MLA ആ യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ ഞങ്ങൾ പങ്കെടുപ്പിക്കാം. എന്തുകൊണ്ട് അതിന് തയ്യാറാകുന്നില്ല? വകുപ്പ് മന്ത്രിയും സർക്കാരും ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും അത് ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞരെയും വിട്ട് ഇവിടെ MLAയുടെ സാന്നിധ്യത്തിൽ യോഗം വിളിക്കാനുള്ളൊരു തീരുമാനം സർക്കാർ എടുക്കട്ടെ. ആ എടുക്കുന്ന യോഗത്തിൽ MLA അടക്കം പങ്കെടുത്തുകൊണ്ട് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും മറ്റ് ജനപ്രതിനിധികളും ഇവിടുത്തെ കർഷക സംഘടനയുടെ ജനങ്ങളുടെയൊക്കെ പ്രതിനിധികളൊക്കെ ഇരുന്നിട്ട് നമുക്ക് അതിൻ്റെ ചർച്ചയാകാം. 28 മീറ്റർ എന്ന് പറയുന്നത് നടപ്പിലാക്കാൻ സാധിക്കുമോ? അങ്ങനെ നടപ്പിലാക്കിയാൽ എന്തായിരിക്കും പുൽപ്പള്ളി പട്ടണത്തിൻ്റെ സ്ഥിതി? ഇത്തരം കാര്യങ്ങൾ ആ ഉന്നത ഉദ്യോഗസ്ഥന്മാരും ശാസ്ത്രജ്ഞരും ഒക്കെ ഇരുന്ന് സംസാരിച്ച് നമുക്ക് ധാരണയുണ്ടാക്കാം. അങ്ങനെ അവരെ ചുമതലപ്പെടുത്താൻ ജലവകുപ്പ് തയ്യാറുണ്ടെങ്കിൽ MLAയെ പങ്കെടുപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഓക്കെ, ശ്രീ സിനീഷ് വാഗേരി, താങ്കൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടു. LDF ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും മുൻപ് ഭരിച്ച UDF ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുമുള്ള കാര്യങ്ങളൊക്കെ കേട്ടു. താങ്കൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? ഇതിൽ പിന്നെ 2 രാഷ്ട്രീയ പാർട്ടിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചാരി രക്ഷപ്പെടുകയാണ് ജനങ്ങളുടെ മുമ്പിൽ. ശരിക്ക് ഈ പുൽപ്പള്ളി ജനങ്ങളുടെ മുമ്പിൽ ഒരു ആശങ്ക അകറ്റുന്നതിനുള്ള MLAയ്ക്ക് ഒരു ബാധ്യതയുണ്ട്. ഈ MLA ഇവിടെ ഒരു മീറ്റിംഗ് വിളിച്ചുകൊണ്ട് ഇവിടുത്തെ ജനപ്രതിനിധികളെ വിളിച്ചുകൊണ്ട് ഈ പദ്ധതിയെക്കുറിച്ച് ആശങ്ക അകറ്റണം. അതേപോലെ ഭരണകക്ഷിയിലുള്ള ആളുകൾ ഇത് പദ്ധതി വരുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ആശങ്ക അകറ്റാതെ ഇവരിത് ഈ പദ്ധതി വരുമോ അല്ലെങ്കിൽ ഇത് വരുമോ എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യാണ്. ഇതിനിടയ്ക്ക് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് വരൾച്ചയും കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്. അതിനെന്ത് പരിഹാരം എന്നുള്ള നിലയ്ക്കും കൂടി ഇവരിത് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഈ 2 പാർട്ടിക്കും ഇതിനോട് ബാധ്യതയുണ്ട്. കാരണം ഇവിടുത്തെ കുടിവെള്ള പ്രശ്നത്തിൻ്റെയും വരൾച്ചയുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. അതിന് ഇവിടെ നിലവിലുള്ള MLAയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഇവിടുത്തെ MPക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചുള്ള 2 ആളുകളും ഇതിനെക്കുറിച്ച് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ശ്രീ ബാബു നമ്മുടാകം, കർമ്മ വിരുദ്ധ സമിതിയാണ്. അതായത് ഇത് വൻകിട പദ്ധതി എന്ന് താങ്കൾ പേര് നൽകുന്നു. ഇവർ പറയുന്ന ഒരു വൻകിട പദ്ധതി എന്ന് വെറുതെ നാമകരണം ചെയ്തതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ വരൾച്ചയ്ക്കും മറ്റും പ്രതിവിധി വേണമെന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു വിരുദ്ധ സമിതിയാണ് താങ്കൾ രൂപീകരിച്ചിട്ടുള്ളത്. അതെങ്ങനെയാണ് താങ്കൾക്ക് ജനങ്ങൾക്ക് മുന്നിൽ ബോധിപ്പിക്കാനാവുക? എത്രത്തോളം ആളുകളുടെ പിന്തുണയുണ്ട്? ഒരു ഭാഗത്ത് മുള്ളൻകൊല്ലി പഞ്ചായത്തിന് പൂർണ്ണമായും ആവശ്യമാണ് എന്ന് പറയുന്നു. പുൽപ്പള്ളിയിലെ 3 അല്ലെങ്കിൽ 2, 17 വാർഡുകളൊക്കെയാണെന്നാണ് വായിച്ച് അറിവുള്ളത്. ഇവർക്ക് മാത്രമാണ് പ്രശ്നമെന്ന് പറയുന്നു, ചർച്ചകളിലാണ് പറയുന്നത്. അപ്പോൾ താങ്കൾ എങ്ങനെയാണ് ഇത് ജനങ്ങൾക്ക് മുന്നിലേക്ക് ആവശ്യമുള്ള ആളുകൾക്ക് മുന്നിലേക്ക് താങ്കളുടെ ഈ ആശയം എങ്ങനെ അവതരിപ്പിക്കും? ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഇതിന് ബദൽ പദ്ധതി ഗവൺമെൻറ് മുമ്പിൽ ഞങ്ങൾ വെച്ചതാണ്. വനാതിർത്തികളിലുള്ള
തടയണകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ഈ കടമാന്തോട്ടിന് ചെറിയ ഇടത്തരം തടയണകൾ നിർമ്മിക്കുവാനുള്ള പദ്ധതിയാണ് ആവശ്യം, വൻകിട പദ്ധതിയല്ല ആവശ്യം. കാരണം മുൻ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഇതിൽ ഇപ്പോൾ ഈ മാറി മാറി വന്ന സർക്കാരുകൾ മുഴുവൻ ഈ കാര്യത്തിൽ ജനങ്ങളോട് കാണിച്ച വലിയൊരു കൊള്ളരായ്മയുണ്ട്. കാരണം ഇവർ ഈ പദ്ധതി സംബന്ധിച്ച് വരൾച്ചക്കാലത്തെന്ന് പറഞ്ഞ് ആ പ്രശ്നം പിന്നെ മറന്നു കളയുകയാണ്. പക്ഷേ ഈ പ്രശ്നം ഡെമോക്രസിൻ്റെ വാള് പോലെ ഇവിടുത്തെ ജനങ്ങളുടെ മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ പദ്ധതി സംബന്ധിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ തീരുമാനമേ ഉള്ളൂ. ഈ പദ്ധതിയുടെ ഇപ്പോൾ ഇവിടെ ഭാഗികമായി പറയുന്നത് പുൽപ്പള്ളിയിൽ ഈ പദ്ധതി പ്രദേശത്തുള്ള ജനങ്ങളാണ് എതിരെ എന്നുള്ളതാണ് പറയുന്നത്. തീർച്ചയായിട്ടും 8 റോഡുകൾ ഞങ്ങൾ ഇവർ 2 കൂട്ടരും പറഞ്ഞ ഇത് വെച്ച് തന്നെ 8 പ്രധാന റോഡുകൾ ഈ വെള്ളത്തിൻ്റെ അടിയിലാകും. ഇനി എങ്ങനെ പറഞ്ഞത് 8 ഇത് പുൽപ്പള്ളിയെ തന്നെ 2ആയിട്ട് വിഭജിക്കും. പുൽപ്പള്ളിയുടെ താഴെ അങ്ങാടി 100% വെള്ളത്തിൻ്റെ അടിയിലാകുമെന്നുള്ളത് സംശയമില്ല. ഈ സാഹചര്യത്തിൽ ഞങ്ങളൊരു ബദൽ നിർദ്ദേശം പറയുകയാണ്. ഈ പദ്ധതിക്ക് ഇവിടെയാണ് എതിർപ്പ്. മുള്ളംകൊല്ലി പഞ്ചായത്തിൽ നിന്നാണ് ഇതിന് പദ്ധതി വേണമെന്ന് കൂടുതൽ ശാഠ്യത്തോടെ വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ പദ്ധതി എന്തുകൊണ്ട് മുള്ളംകൊല്ലി പഞ്ചായത്തിൽ പണിയാൻ പറ്റുന്നില്ല? ഇതങ്ങോട്ട് മാറ്റിയിട്ട് മുള്ളംകൊല്ലി പഞ്ചായത്തിൽ പണിയട്ടെ, അവിടെ പണിയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ പുൽപ്പള്ളിയിലെ ജനങ്ങളെ വെള്ളത്തിൻ്റെ അടിയിൽ മുക്കിയിട്ട് മുള്ളംകൊല്ലിക്ക് വെള്ളം കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ കർമ്മസമിതി ഇഞ്ചിന് സംഭവിച്ചു കൊടുക്കുകയില്ല. ഈ പദ്ധതിയുടെ സർവേക്കായിട്ട് എവം വന്നാലും ഞങ്ങൾ അതിനെ നഖശിഖാന്തം എതിർക്കും. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അതാണ്, മുള്ളൻകൊല്ലിക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ പണിയട്ടെ എന്നാണ് പറയുന്നത്. താങ്കളത് വരണമെന്ന് പറയുന്ന ആളാണ്. താങ്കൾ ഏത് പ്രദേശക്കാരനാണ്? ഞാൻ മുള്ളംകൊല്ലി പഞ്ചായത്തുകാരനാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ പണിയാത്തത്, പണിയണ്ട എന്ന് പറയാം. ഞാനതിന് മറുപടി പറയാം. ഓക്കെ. അതായത് കടമാന്തോട് പദ്ധതി എന്ന് പറയുന്നത് കടമാന്തോട് കർമ്മസമിതിയോ അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള കുറച്ച് ആളുകളോ രൂപകൽപ്പന ചെയ്തൊരു സംഗതിയല്ല. കേരള ഗവൺമെൻറ് കാവേരി നദീജല ട്രൈബ്യൂണലിൽ കേരളത്തിന് അനുവദിക്കപ്പെട്ട ജലം എടുക്കുന്നതിന് വേണ്ടി സബ്മിറ്റ് ചെയ്ത പ്രധാന പദ്ധതികളിൽ ഒന്നാണ് കടമാന്തോട് പദ്ധതി. ഓക്കെ. ഈ കടമാന്തോട് പദ്ധതി മുള്ളംകൊല്ലിയിൽ അന്ന് പണിയാമെന്ന സാഹചര്യങ്ങളുണ്ട്. പുതിയൊരു അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത് ബദൽ നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു. ഈ ബദൽ നിർദ്ദേശങ്ങളൊന്നും നടക്കാൻ, ഞാൻ പറഞ്ഞല്ലോ മുള്ളംകൊല്ലി പഞ്ചായത്തിൽ ഈ പുൽപ്പള്ളിക്കെള്ളം അടക്കം വെള്ളം നൽകുന്ന പദ്ധതിക്ക് വേണ്ടി പുൽപ്പള്ളി കബനിയുടെ തീരപ്രദേശത്തിന് അടുത്തൊരു ഡീപ്പോയിൽ താഴ്ത്താൻ കത്ത് തന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. കാരണം അതിൻ്റെ കാര്യം, ഈ പദ്ധതികൾ, ഈ കടമാന്തോട് പദ്ധതി അടക്കമുള്ള പദ്ധതികൾ 21 TMCക്ക് വെള്ളം എടുക്കുന്നതിന് ശരിക്കും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സബ്മിറ്റ് ചെയ്തത് ഞങ്ങളാരുമല്ല. ഈ പദ്ധതി അന്ന് വിഭാവനം ചെയ്തത് പുൽപ്പള്ളിക്കും അല്ലെങ്കിൽ മുള്ളംകൊല്ലിക്കും പൂതാടിക്കും കുടിവെള്ളവും ജലസേചന സൗകര്യത്തിനും വേണ്ടി കേരള ഗവൺമെൻറ് കാവേരി നദീജല ട്രൈബ്യൂണലിൽ സബ്മിറ്റ് ചെയ്തത് അല്ലാത്തൊരു പുതിയ പദ്ധതിക്ക് ഒരു കാലത്തും നമ്മൾക്ക് കിട്ടില്ല എന്നുള്ള പരിപൂർണ്ണ ബോധ്യമുണ്ട്. കാരണം വളരെ ലളിതമായ 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ 2010 പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോൾ പുൽപ്പള്ളിയിലെ ബഹുമാനരായ വ്യാപാരി വ്യവസായയുടെ പ്രതിനിധികളടക്കം ഇവിടുത്തെ ലയൺസ് ക്ലബ് അടക്കം മറക്കടവ് പമ്പിംഗ് സ്റ്റേഷൻ്റെ താഴെ താൽക്കാലിക തടയണ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ഗ്രാമപഞ്ചായത്ത് അതിന് നേതൃത്വം നൽകുകയും ചെയ്തു. ഇവിടെ നിന്ന് വരെ ആളുകൾ വന്നു. കെട്ടി 2ാമത്തെ ദിവസം കർണാടക അത് പൊളിച്ചു. ഈ കഴിഞ്ഞ ദിവസം കോവിഡ് നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് മുഴുവൻ തോണി സർവീസുകൾ നിർത്തിവെക്കാൻ കർണാടക ഗവൺമെൻറ് ഉത്തരവിട്ടതിന് ശേഷം അവർ ഓർഡർ ഇട്ടു. തോണി സർവീസ് ഈ അടുത്ത ദിവസം പുനരാരംഭിച്ചു. നമ്മുടെ ആളുകളൊക്കെ അക്കരയ്ക്ക് തോണി കൊണ്ട് പോയപ്പോൾ അവരെ തടഞ്ഞു, തോണി പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. കാരണം കബനിപ്പുഴയുടെ വെള്ളത്തിൻ്റെ പൂർണ്ണ അധികാരം പൂർണ്ണമായിട്ടും കർണാടക ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കബനിയിലേക്ക് നമ്മൾക്ക് അർഹതപ്പെട്ട വെള്ളം കബനിയിലേക്ക് ഒഴുകിപ്പോയി അവിടുന്ന് തിരിച്ചെടുക്കേണ്ടതിന് പകരം കടമാന്തോട് പദ്ധതി ഈ പുൽപ്പള്ളിക്ക് വിനാശകരമല്ലാത്ത രീതിയിൽ നടപ്പിലാക്കി എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആളുകളുടെ കുടിവെള്ളവും അതുപോലെ ജലസേചന സൗകര്യങ്ങൾ ഉയർത്താമെന്ന് നമ്മൾ പറയുന്നില്ല? അത് ആളുകളെ നശിപ്പിച്ചുകൊണ്ട് വേണമെന്ന് നമ്മൾ ഒരിക്കലും ആവശ്യപ്പെട്ടില്ല. പുൽപ്പള്ളിയിൽ വെച്ച് അതാണല്ലോ പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് മുള്ളൻകൊല്ലിയിൽ പറ്റില്ലേ, പുൽപ്പള്ളി മാത്രം. അതിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഒരു ബദൽ പദ്ധതി അദ്ദേഹത്തിന്റെ വികാരമാണ്. അല്ല, അദ്ദേഹത്തിന്റെ വികാരം ഒരിക്കലും തെറ്റല്ല. പ്രദേശത്ത് ഭൂമി നഷ്ടപ്പെടുന്ന ആശങ്കകളിൽ നിന്ന് ഉയരുന്ന കാര്യമാണ്. പക്ഷെ കടമാന്തോട് പദ്ധതിക്ക് ബദൽ പദ്ധതികൾ കേരള ഗവൺമെൻറ് ട്രൈബ്യൂണലിൽ നിർദ്ദേശിക്കണമെങ്കിൽ ഇനി 2034 കഴിയണം. 15 വർഷത്തേക്ക് പുനഃപരിശോധന ഇല്ലാതെ കടമാന്തോട് ഈ കാവേരി നദീജല ട്രൈബ്യൂണലിന്റെ വിധി വന്നത് വായിച്ചാൽ 15 വർഷത്തിനുള്ളിൽ ഒരു തീരുമാനം വരില്ലല്ലോ. ബദൽ പദ്ധതികൾ സാധിക്കില്ല എന്നുള്ളതാണ് കർണാടകയിൽ നിർമ്മിച്ച 69 TMCയുടെ അണക്കെട്ട് തമിഴ്നാട് തടഞ്ഞത്. അപ്പുറത്തേക്ക് മാറ്റിക്കൂടാ എന്നാണ് അവിടെ ചോദിച്ചത്. അല്ല, ഞങ്ങൾ അതും പറയാം. ഞങ്ങൾ ഒരിക്കലും കർമ്മസമിതി ഒരിക്കലും ഈ പദ്ധതിയുടെ ലൊക്കേഷൻ കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഈ നാടിന് ഗുണകരമായ രീതിയിൽ ഇതിന് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ പ്രിലിമിനറി സർവേ, അതിനുശേഷം സോയിൽ സ്റ്റഡി, അതിനുശേഷം പബ്ലിക് ഹിയറിങ് ഇതെല്ലാം നടത്തി ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളും ഗവൺമെൻറ് ത്രിതല സംവിധാനങ്ങളും ഗവൺമെൻറ്റും ഈ നാടിന് ഗുണകരമായി ഇത് എന്തുകൊണ്ട് ചർച്ച ചെയ്ത് മാറ്റുന്നില്ല? എല്ലാവരും ഒളിച്ചു കളിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ആളുകളുടെ ആശങ്കയ്ക്ക് കാരണം. ഓക്കെ. അദ്ദേഹം
ഈ പദ്ധതി സംബന്ധിച്ച് എനിക്കൊരു ഈ പദ്ധതി സംബന്ധിച്ച് ഇപ്പോൾ ഇവർ പലരും പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും പറഞ്ഞപ്പോഴേ ആദ്യം പറഞ്ഞ പാളക്കൊല്ലി പണിയെന്നാണ് പറഞ്ഞത്, രണ്ടാമത് പറഞ്ഞു പിന്നെ അതിൻ്റെ കുറേ കൂടെ മുകളിൽ ഇപ്പോൾ ഇങ്ങനെ ഈ സൊസൈറ്റിയിലെ ബാൽ സൊസൈറ്റി ചില്ലുംപ്ലാനിൻ്റെ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്നാൽ ഇത് കുറച്ച് താഴോട്ടൊക്കെ ഇറക്കിക്കോട്ടെ, കുഴപ്പമില്ല. ഈ മോളിൽ കയറ്റേണ്ട താഴോട്ട് ഇറക്കട്ടെ, പ്രശ്നം തീരുമല്ലോ. ഈ എതിർപ്പ് അന്നേരം ജനകീയ എതിർപ്പ് ഒഴിവാകുകയല്ലേ. ആ നാട്ടിലാണ് ഏറ്റവും പുൽപ്പള്ളിക്ക് വെള്ളം വേണ്ടെന്നല്ല, പുൽപ്പള്ളിക്ക് ബദൽ നിർദ്ദേശം കർമ്മസമിതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെയാണ് മുള്ളംകൊല്ലി പഞ്ചായത്ത് ഡാം നിർമ്മിക്കട്ടെ. ഇവിടെ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കകളാണ് ആളുകൾ പങ്കുവച്ചത്. പദ്ധതി എന്തായാലും ആളുകൾക്ക് പ്രയാസകരമല്ലാത്ത രീതിയിൽ വരണമെന്നുള്ള കാര്യത്തിൽ തീർച്ചയായും ഉറച്ചു നിൽക്കുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട CPM-ൻ്റെ പ്രതി എന്ന നിലയ്ക്ക് ശ്രീ MS സുരേഷ് ബാബു പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. 2016 ബഹുമാനപ്പെട്ട ബിന്ദു പ്രകാശ് ഇവിടെ ഇരിപ്പുണ്ട്. ശ്രീ PA മുഹമ്മദ് പാർലമെൻറ്റ് പാർട്ടി ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹമാണ് പഞ്ചായത്ത് ഭരണസമിതിയിൽ കടമാന്തോട് പദ്ധതി വളരെ അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അന്ന് ആ ഭരണസമിതിയിൽ ഒരു അംഗം എന്നുള്ള നിലയ്ക്ക് അതിൽ ഒരു ചെറിയ ഭേദഗതി നിർദ്ദേശിച്ചുകൊണ്ട് ആളുകളുടെ കരഭൂമി വെള്ളത്തിൽ പോകാതെ വയലടക്കമുള്ള പ്രദേശങ്ങൾ പോകുന്ന രീതിയിൽ ഈ പദ്ധതി ആളുകൾക്ക് ഗുണകരമായി തീരണം എന്നുള്ള അഭിപ്രായം അന്നത്തെ ഭരണസമിതിയിൽ ഒരു കുറിപ്പോടുകൂടി ആ ഭേദഗതിയോടുകൂടി അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 2016 തൊട്ട് 2021 വരെ ഈ പഞ്ചായത്ത് ഭരിച്ചുകൊടുത്തിട്ട് CPM ആണ്. അന്ന് സംസ്ഥാനത്ത് ഭരണമുള്ളതും CPM-ന് തന്നെയാണ്. 4 വർഷം പിന്നിടേണ്ടി വന്നു പിന്നീട് ഈ ഗ്രാമസഭ വിളിക്കുന്നതിന് വേണ്ടി. അപ്പോൾ വേണ്ടത്ര ഒരു ജാഗ്രത യഥാർത്ഥത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. ഭരണകൂടവും അതിനനുകൂലമായി നിന്നിട്ടില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വർത്തമാനകാലത്തിൽ കേരളയിൽ ആരെതിർത്താലും നടപ്പിലാക്കുമെന്ന് പറയുന്ന ഈ ഗവൺമെൻറ് തന്നെ എന്തുകൊണ്ട് MLA അങ്ങോട്ട് മാറി നിൽക്കട്ടെ, ഈ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കും എന്ന് ആർജവത്തോടുകൂടി പറയുന്നില്ല? അപ്പോൾ ഇതൊരു ഇരട്ടത്താപ്പാണ്. ആളുകളെ പറ്റിക്കുന്നതിന് ഓരോ കാലഘട്ടത്തിലും വരുന്ന സംവിധാനങ്ങൾക്കനുസരിച്ച് ഒരു ഇരട്ടത്താപ്പ് നയമായി MLA-യുടെ തലയിൽ പോകുന്നു. അതേസമയം നമ്മുടെ സംസ്ഥാനത്ത് ആകെ വളരെ വഷളായിക്കൊണ്ട വിഷയമാണ് കേരള വിഷയം. അതെല്ലാ ആളുകളും 42 MLA-മാർ എടുത്തോ നാട്ടിലെ ആളുകൾ എടുത്തോട്ടെ ഞങ്ങൾ നടപ്പിലാക്കും എന്ന് ആർജവത്തോട് പറയുന്ന CPM നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് എന്തുകൊണ്ട് ഈ പദ്ധതി MLA അങ്ങ് മാറി നിൽക്കട്ടെ, ഈ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കും എന്ന് പറയാത്തത് ഈ നാട്ടിലെ ജനങ്ങളോട് അവർക്ക് അത്രേ ആത്മാർത്ഥതയുള്ളൂ. തട്ടിയൊളിപ്പ് വർത്തമാനമാണ് പറഞ്ഞു പോകുന്നത്. 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. പുൽപ്പള്ളി പ്രദേശത്ത് കടുത്ത വരൾച്ച അനുഭവപ്പെടുന്നുള്ള സത്യം തന്നെയാണ്. ഇവിടെ സംസാരിച്ചവരെല്ലാവരും ഒരു കാര്യം അവരുടെ സംസാരത്തിൽ മനസ്സിലാവുന്നുണ്ട്, ഈ പദ്ധതി വരണ്ട എന്ന് ആർക്കും താല്പര്യമില്ല. കാരണം അവിടെ കടമാന്തോട് വിരുദ്ധ സമിതിക്ക് പോലും ഒരു കാര്യമുണ്ട്, ഈ പദ്ധതി വരണം, ഇവിടുത്തെ ജനങ്ങൾക്ക് വെള്ളം കിട്ടണം എന്നുള്ള താല്പര്യമുണ്ട്, അത് ശക്തമാണ്. ഈ രണ്ട് പദ്ധതി വരണമെന്ന് പറഞ്ഞില്ലേ? പദ്ധതി വരണമെന്ന് പറഞ്ഞില്ല. അല്ല, വെള്ളം ലഭിക്കണം എന്നുള്ള താല്പര്യമുണ്ട്, വെള്ളം ലഭിക്കണമെന്ന താല്പര്യമുണ്ട്. സ്ഥലം അപ്പോൾ 2 ചേരിയിൽ നിന്നിട്ട് മുള്ളംകൊല്ലിയോ അല്ല വിവിധ രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ 2 ചേരിയിൽ നിന്ന് ചർച്ച കൊണ്ട് ഈ പ്രശ്നം തീരെയല്ല. ഇവിടെ നമുക്കറിയാം മുള്ളംകൊല്ലി പുൽപ്പള്ളി പ്രദേശത്തെ കടുത്ത വരൾച്ചയെ നേരിടുന്ന പ്രദേശമാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇനി ഭാവിയിൽ അതിനേക്കാൾ രൂക്ഷമാകും. അപ്പോൾ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 4 വർഷങ്ങൾക്ക് മുമ്പ് 2 പഞ്ചായത്തിലും ഇതിൻ്റെ ഡീറ്റെയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വൻകിട പദ്ധതി ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ എല്ലാവർക്കും ആശങ്കയുണ്ട്, ഒരുപടി ആൾക്കാർ ഇറങ്ങിപ്പോകേണ്ടി വരും, അവരുടെ കിടപ്പാടം പോകും, പാവപ്പെട്ട ജനങ്ങൾ പൂർണ്ണമായിട്ട് ഇവിടെ ഒഴിഞ്ഞു പോകേണ്ടി വരും. അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ചെറുകിട ജലസേചന പദ്ധതികൾ, മിനി ഡാമുകൾ, വ്യത്യസ്തമായ സ്പോട്ടുകൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ലാതെ തന്നെ പരിഹരിക്കാൻ സാധിക്കും. അത്തരം ഒരു പദ്ധതിയാണ് ഇവിടെ നടക്കുക. പിന്നെ വേറൊരു കാര്യം, സർവേ നടന്നിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. ഇത് എന്ന് വരുമെന്ന് തന്നെ ആശങ്ക. ഇനി വയ്ക്കോ വയനാട് വിഷൻ അടുത്ത വർഷം ഇതുപോലെ തന്നെ സർവേ ചിലപ്പം സംവാദ പരിപാടി നടത്താൻ സാധ്യതയുണ്ട്. എന്തിനിങ്ങനെ മുന്നോട്ട് പോകുന്നത്? എത്ര ചർച്ചകൾ നടത്തി? തീർച്ചയായിട്ടും വേണ്ടത് ഇവിടെ ഭരണത്തിലിരിക്കുന്നവർ ചെയ്യേണ്ട ഒരു കാര്യം സർവേ നടത്തിക്കൊണ്ട് ഈ പദ്ധതി നടപ്പാക്കി എങ്ങനെയും ഏതെങ്കിലും രീതിയിൽ പദ്ധതി നടപ്പാക്കി ഇവിടുത്തെ രൂക്ഷമായ വരൾച്ച ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ടത് തന്നെയാണ്. ഇനി ഇവിടെ ആരോ ചോദിച്ചു. യെസ്, അതാ അവിടെ ഓക്കെ. എനിക്കിതിനെപ്പറ്റി സൂചിപ്പിക്കാനുള്ളത്, സംസ്ഥാന ഗവൺമെൻറ്റിൽ 2018 കാവേരി നദീജല ട്രിബ്യൂണലിൻ്റെ വിധിക്ക് ശേഷം 14ാം നിയമസഭയിൽ 10ാം സഭാ സമ്മേളനത്തിൽ ബഹുമാനായ OR കേളു MLA ഒരു ചോദ്യം ചോദിച്ചു വകുപ്പ് മന്ത്രിയോട്, ബഹുമാനായ മാത്യു ടി തോമസിനോട്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കാവേരി നദീജലം വയനാട്ടിലെ കൃഷിക്ക് ഉപയുക്തമാകുന്ന രീതിയിൽ എന്തൊക്കെ പദ്ധതികളാണ് ഗവൺമെൻറ് ആസൂത്രണം ചെയ്യാൻ പോകുന്നത്? അതിൽ വ്യക്തമായി കടമാന്തോട് പദ്ധതിയെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട്. ആ പദ്ധതിയുടെ DPR കൈവശമുണ്ടെന്നാണ് അന്ന് മന്ത്രി പറഞ്ഞത്. അതിനുശേഷം ബഹുമാന്യായ കൃഷ്ണൻകുട്ടി വീണ്ടും ചോദ്യോത്തര വേളയിൽ പറഞ്ഞു, കടമാന്തോട് പദ്ധതി ഗവൺമെൻറ്റിൻ്റെ സജീവ പരിഗണനയിലുണ്ട്.
റോഷി ആസ്റ്റൺ ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് വയനാട്ടിൽ വന്നു, പുൽപ്പള്ളിയിൽ വന്നു. ആ പ്രദേശത്തേക്ക് പോയില്ല, കൂടുതൽ പഠനങ്ങൾ ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെൻറ് ഈ മേഖലയിലെ കർഷകരുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ട് ആ വിഷയത്തിൽ പരിഹാരം കാണണമെങ്കിൽ MLA അല്ല കുറ്റപ്പെടുത്തേണ്ടത്. ഇത് ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റാണ്. അതിനൊരു വകുപ്പ് മന്ത്രിയുണ്ട്. ആ മന്ത്രി ഇവിടെ വന്നുകൊണ്ട് ജനങ്ങളെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഓൾ പാർട്ടി മീറ്റിങ്ങിൽ, ജനപ്രതിനിധികളുടെ മീറ്റിങ്ങിൽ, അതുപോലെ തന്നെ കർഷക പ്രതിനിധികളുടെ മീറ്റിങ്ങിൽ, കുടിയിറക്കപ്പെടുന്ന ജനങ്ങളുടെ പ്രതിനിധികളുടെ മീറ്റിങ്ങിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കണം. ആ വ്യക്തമായെങ്കിൽ മാത്രമേ ഈ പദ്ധതി നടപ്പിലാകുകയുള്ളൂ. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ, ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഈ പദ്ധതി നടക്കുമെന്ന് എനിക്ക് യാതൊരു ഇതുമില്ല, തോന്നലുമില്ല, വിചാരവുമില്ല. കാരണം 8 കോടി രൂപയുടെ വരൾച്ചാ ലഘൂകരണ പദ്ധതി കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പ്രഖ്യാപിച്ചിട്ട് ഒരു പൈസയുടെ ഗുണം ഇവിടുത്തെ കൃഷിക്കാർക്ക് ചെയ്യാത്ത ഗവൺമെൻറ്റാണ്. ഇത് എവിടെ ചെയ്യുമെന്ന് പറയുന്നത്? ഓക്കെ, ഒന്ന് കുറിച്ച് വെച്ചോളൂ. എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത്, ഒരു വീട് വയ്ക്കുകയാണെങ്കിൽ പോലും അതിന് നിശ്ചിത പ്ലാനും സർവേയും കാര്യങ്ങളൊക്കെ നടത്തി വേണം. ഇവിടെ മെഡിക്കൽ കോളേജ് പോലെ വയനാട്ടിൽ പല പ്രസ്ഥാനങ്ങളും സ്ഥലം മാറിപ്പോയ ചരിത്രം നമുക്കറിയാം. ഇവിടെ പലരും പറഞ്ഞു ആദ്യം പാളക്കൊല്ലിയായിരുന്നു, പിന്നെ ഇങ്ങോട്ട് മാറ്റി, പിന്നെ ഇവിടെയൊക്കെ മാറ്റി. ഇങ്ങനെ മാറ്റാൻ കഴിയുന്നതാണ് ഒരു ഡാം? ഇതിന് നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ പൈലിംഗ് നടത്തണ്ടേ? ഇവിടെ ഇതിന് അനുയോജ്യമാണോ എന്ന് നോക്കണ്ടേ? ഒരു സർവേ നടത്തണ്ടേ? നേരത്തെ നേതാക്കൾ പറഞ്ഞ പോലെ ആകാശ സർവേ നടത്തിക്കൊണ്ട് കാര്യമില്ല. ഇവിടെ ആരാണ് സർവേക്കെതിരെ അത് പറയണം. ഇവിടെ ഇരിക്കുന്നവർ വ്യക്തമാക്കണം. എനിക്കിതാ മനസ്സിലാക്കാനുള്ളൂ. എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, ഇതിനൊരു പ്രോജക്റ്റ് ഉണ്ടാവണം, ഇതിനൊരു സർവേ നടത്തണം. സർവേ നടത്തി കഴിയുമ്പോഴാണ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പറ്റില്ല എന്ന് പറയണം. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് സർവേ ഇവിടെ നടത്തണം, ആളുകളുടെ ആശങ്ക അകറ്റണം. അല്ലാണ്ട് ടൗണുകളോ നാട് മുഴുവൻ മുക്കിയ ആളുകളെ നാമാവശേഷമാക്കുന്നതല്ല. ഇവിടെ ഈ സർവേ നടത്തുന്നതിന് ഏതെങ്കിലും കക്ഷികൾക്ക് എതിർപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രഖ്യാപിക്കണം. ഓക്കെ, ഞാൻ ഈ പദ്ധതി പ്രദേശത്ത് ഒരു കൃഷിക്കാരനാണ്. ഇവിടെ ഈ പദ്ധതി എന്ന് പറയാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് കേവലം 15 വർഷക്കാലം പിന്നിട്ടിരിക്കുന്നു. ആ പദ്ധതിയുടെ ഒരു ഇരയാകുന്ന ഒരു കക്ഷിയാണ് ഞാൻ. ഇവിടെ ധാരാളം നേതൃനിരയിലുള്ള ആളുകൾ പല രീതിയിലുള്ള സംസാരങ്ങളും വരുന്നുണ്ട്. പുൽപ്പള്ളിയിൽ ഒരു വൻകിട അണക്കെട്ടല്ല, ചെറുകിട അണക്കെട്ട് പോലും ചെയ്യുക എന്ന് പറയുന്നത് പുൽപ്പള്ളിക്ക് ഗുണകരമാകുന്നതല്ല. പക്ഷേ പുൽപ്പള്ളി മുള്ളംകൊല്ലി പ്രദേശത്തെ ജനങ്ങൾക്ക് വെള്ളം വേണമെന്ന് പറയുന്നത് വയനാട് ജില്ലയിൽ പെയ്യുന്ന മഴയുടെ വെള്ളം നമുക്ക് പുൽപ്പള്ളി മുള്ളംകൊല്ലി പ്രദേശത്ത് ഉപയോഗിക്കാൻ നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ നിന്നുള്ള തീരുമാനമുണ്ടാവണം. ഇവിടെ രാഷ്ട്രീയ പ്രതിനിധികളായ ആളുകൾ മാറി ഓരോ ശോഭന വാഗ്ദാനങ്ങൾ ഓരോ വർഷത്തിൽ ഓരോ പ്രാവശ്യം പറയുന്നു. ഇവിടെ ഇപ്പോൾ ഒരു സർവേയുടെ കാര്യം പറഞ്ഞു. സർവേ ചെയ്യുന്നതല്ല ഇവിടെ പ്രശ്നം. ഇവിടെ ആ ഒരു പദ്ധതി കൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ ഈ പോയി ഇന്ത്യ വിഷൻ്റെ ആളുകൾ ഈ തോട്ടിലേക്കൊന്ന് പോയി നോക്കി, നീരൊഴുക്കില്ലാത്തൊരു സമയത്ത് അങ്ങനെയുള്ള സ്ഥലത്ത് ഡാം കെട്ടിയിട്ട് എങ്ങനെ വെള്ളം ഉണ്ടാകാനാ? ഭൂഗർഭ ജലം ഉണ്ടാവും. അത് ഒരു വർഷത്തെ മഴയുടെ വെള്ളത്തെ സ്റ്റോർ ചെയ്യാൻ എത്രയായിരം ഹെക്ടർ ഭൂമി വേണം? നിങ്ങളതൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു വർഷത്തെ ആ വെള്ളം സ്റ്റോർ ചെയ്ത് ഒരു ഇയറിൽ 2 പഞ്ചായത്തിലേക്ക് 3 പഞ്ചായത്തിലേക്ക് എങ്ങനെ ഇവർക്ക് വെള്ളം കൊടുക്കാൻ കഴിയും? ഇവിടെ ചില വ്യക്തികൾ പറയുന്നു സ്ഥലനിർണയങ്ങൾ. എൻ്റെ ദേവാലയത്തിൽ ഈയിടെ ഒരു ശവം മറവി എന്നൊരു സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി വന്നിട്ട് കുറച്ച് കടലാസ് ഇങ്ങനെ നീട്ടിപ്പിടിച്ചിട്ട് പറയുക, ചില്ലിംഗ് പ്ലാന്റിൻ്റെ അവിടെയാണ്, ഇത് ഇത്ര മീറ്ററാണ്. ഇവരെയൊക്കെ ആരിത് ചുമതലപ്പെടുത്തി? ഇതിൻ്റെ കസ്റ്റോഡിയനായ ആളുകൾ ഞങ്ങളല്ലേ? ഞങ്ങളുടെ കാരണവന്മാർ 30-40 വർഷം മുമ്പ് കുടിയേറി ഞങ്ങൾ മക്കളെ ഞങ്ങളുടെ ഇവിടെ കൈപിടിച്ചു വന്ന് ഞങ്ങളിവിടെ ജീവിക്കുന്ന ആൾ. ഞങ്ങളെക്കുറിച്ച് ആര് പറയുന്നു? ഇവിടുത്തെ കൃഷിക്കാരനെ കുറിച്ച് ആര് പറഞ്ഞു? ഇവിടുത്തെ ആളുകൾക്ക് കുറച്ച് ഇവിടെ എന്തോ ആരൊക്കെ പറയുന്നത് കേട്ടത്, ചാക്കിൽ പണം കെട്ടിവെച്ചിരിക്കുക, ടോക്കൺ നമ്പർ 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പോയി ഇങ്ങ് എടുത്തോണ്ട് പോന്നാൽ മതി. പക്ഷെ ഒരു കാര്യം ഇന്ത്യ വിഷൻ്റെ മുമ്പിൽ വെച്ച് പറയുന്നു, മാളിക മുകളിൽ അന്തി ഉറങ്ങുക എന്ന് പറയുന്ന ചിലരും ഞങ്ങൾ റോഡ് സൈഡിൽ ഞങ്ങളെ ഈ ടാർപ്പ കെട്ടി കിടത്താമെന്ന് വിചാരിക്കണ്ട, അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. ബദൽ പ്രൊജക്റ്റ്, വെള്ളം ഇവിടെ വേണം, അത് അണ കെട്ടിയാൽ മഴ പെയ്യില്ല. കാലാവസ്ഥ വ്യതിയാനം എന്താണ് ഉണ്ടായെന്ന് വെച്ചാൽ അതിന് പഠനം നടത്തണം, അല്ലാതെ ചില ആളുകൾ കടലാസ് എഴുതി നടത്തുന്ന കാര്യമൊന്നുമില്ല. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. കാരണം പരസ്പരം രാഷ്ട്രീയ നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ടിരിക്കുക. വയനാട് ജില്ലയിൽ പ്രത്യേകിച്ച് പുൽപ്പള്ളി മുള്ളംകൊല്ലി പ്രദേശത്ത് വരൾച്ചയുണ്ട്, കുടിവെള്ള ക്ഷാമമുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ പുൽപ്പള്ളി പഞ്ചായത്തിൻ്റെ അങ്ങേയറ്റത്ത് മുള്ളംകൊല്ലി പഞ്ചായത്ത് 16-ാം വാർഡ് തുടങ്ങുന്നിടത്തൊരു ചെക്ക് ഡാമുണ്ട്. ആ ചെക്ക് ഡാമിന് ചീപ്പില്ല.
ഇവിടെ നിരവധി ഓരോ കാലഘട്ടത്തിൽ അധികാരത്തിലേറുന്ന ആളുകൾ നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. ആ പദ്ധതികളുടെ ഉപയോഗം അല്ലെങ്കിൽ ആ പദ്ധതി പ്രയോജനപരമായ രീതിയിൽ നടപ്പാക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള നടപടി എടുക്കുന്നില്ല. ഒരു ചെക്ക് ഡാമിന് പോലും ചീപ്പില്ല. പിന്നെ നിരവധി കുടിവെള്ള പദ്ധതികൾ, രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതി, ശ്രേയാംസ് കുമാർ കുടിവെള്ള പദ്ധതി, അല്ലെങ്കിൽ അങ്ങനെ നിരവധി കുടിവെള്ള പദ്ധതിയിൽ ലക്ഷങ്ങൾ മുടക്കി 10 ലക്ഷവും 15 ലക്ഷവും, ഇപ്പോൾ അത് പണിയണമെങ്കിൽ ഒരു 50 ലക്ഷം രൂപയൊക്കെ ആവും. പദ്ധതികൾ നടപ്പാക്കി അവിടെ അവരുടെ ബോർഡ് എഴുതി വെച്ച് അതിന് ചിലവായ തുക എഴുതി വെച്ചിട്ട് പിന്നെ പോയിരിക്കുക. അതിനകത്തൊരു പമ്പ് ചെയ്യോ ആ വെള്ളം ആളുകൾക്ക് ഉപയോഗപ്രദമായ രീതിയിലേക്ക് എടുത്തെത്തിക്കുന്ന നടപടി സ്വീകരിക്കുന്നില്ല. അപ്പം ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ പുൽപ്പള്ളി പഞ്ചായത്തിൽ ഇപ്പോൾ നമ്മൾ 21 TMC ജലം കാവേരി ട്രൈബ്യൂണൽ മുഖാന്തരം നമുക്ക് എടുക്കാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ വന്ന കഴിഞ്ഞ കളക്ടറുടെ മീറ്റിങ്ങിൽ സർവകക്ഷി യോഗത്തിൽ ആ സ്ഥലത്തെ പ്രതിനിധീകരിച്ച് ഞാൻ പങ്കെടുത്ത ആ സമയത്ത് പറഞ്ഞത് അവിടെ ആദ്യം പറഞ്ഞ 1.5 TMC വെള്ളം ഈ പദ്ധതി കൊണ്ട് തടഞ്ഞു നിർത്തുന്നു. രണ്ടാമത് പറഞ്ഞത് 1/2 TMC. 21 TMC നമുക്ക് ഉപയോഗിക്കാമെന്ന് പറയുന്ന സ്ഥലത്ത് 1/2 TMC വെള്ളം തടഞ്ഞെടുക്കാൻ വേണ്ടി ഈ കോടാനുകോടി രൂപ മുടക്കിയത് കൊണ്ട് എന്ത് പ്രയോജനം? പിന്നെ പുൽപ്പള്ളി പഞ്ചായത്തിൽ, മുള്ളംകൊല്ലി പഞ്ചായത്തിൽ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് താഴെയങ്ങാടി മുതൽ അങ്ങ് താഴോട്ടുള്ളത്. അവിടെ ഒരു ഡാം വൻകിട പദ്ധതിയോ ചെറുകിട പദ്ധതിയോ നിർമ്മിച്ചാൽ ഒരു കാരണവശാലും അവിടെ നിന്ന് ഒരു കനാൽ മുഖാന്തരോ അല്ലെങ്കിൽ പമ്പ് ചെയ്യാതെ ഒരു സ്ഥലത്തേക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇവരിപ്പോൾ പറയുന്ന വലിയ വലിയ വാഗ്ദാനങ്ങൾ പറയുന്നത് പൂതാടി പഞ്ചായത്തിൽ മുഴുവൻ ഇപ്പോൾ ഹരിതമയമാക്കും. കാരണം വെള്ളം കൊണ്ടുപോയിട്ട് മുള്ളംകൊല്ലി പഞ്ചായത്തിലേക്ക് ഹരിതമയമാക്കും. പുൽപ്പള്ളിയുടെ ബാക്കി 2, 3, 4, 5, 6, 16, 17 ഇത്രയും വാർഡുകൾ കഴിഞ്ഞ് ബാക്കി എല്ലാ സ്ഥലവും ആകും. പക്ഷേ ഒരു കാരണവശാലും പമ്പ് ചെയ്ത് വെള്ളം കൊണ്ടാകാണ്ട് ഒരു സ്ഥലത്തും വെള്ളം എത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ പുൽപ്പള്ളി പഞ്ചായത്തിൽ തന്നെയുള്ള സ്ഥലമാണ് നമ്മുടെ കുറുവാദ്വീപിൽ. അവിടെ വലിയ ജലസ്രോതസ്സുണ്ട്. അവിടെ നിന്ന് പമ്പ് ചെയ്താൽ പോരെ? അവിടെ നിന്ന് പമ്പ് ചെയ്താൽ നമ്മൾക്ക് ഈ പറയുന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കാം. പിന്നെ ബാണാസുര സാഗറും കാരാപ്പുഴയും ജനങ്ങൾക്ക് കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. 1 ഏക്കർ സ്ഥലം പോലും ഇതുവരെ കാരാപ്പുഴ കൊണ്ട് കൃഷി ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷം നമ്മുടെ ഈ ഗവൺമെൻറ് പ്രതിനിധി സംസാരിച്ചത് അത് രണ്ടും പരാജയപ്പെട്ടു പോയി. അടുത്ത പരാതി വിജയിക്കും. ഇങ്ങനെ പരീക്ഷിക്കാനാണോ ഞങ്ങളുടെ കാരണവന്മാർ കഷ്ടപ്പെട്ട് ഈ ഭൂമി ഉണ്ടാക്കി തന്നത്? നിങ്ങൾക്ക് പരീക്ഷിക്കാം. നിങ്ങൾക്ക് കാരണം ഞാൻ പറയും, ഇപ്പോൾ മഴ പെയ്യുന്നില്ല, വെള്ളത്തിൻ്റെ പ്രശ്നം പറഞ്ഞു. ഇപ്പോൾ ഈ ചർച്ച കൊണ്ട് ഇവിടെ ആകെ ഗുണമുണ്ടാകുന്ന ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് ടീമുകൾക്ക് മാത്രമാണ്. പദ്ധതി പ്രദേശം എന്ന് പറയുന്ന സ്ഥലത്ത് നിരവധി സ്ഥലങ്ങൾ അവർ മേടിച്ചു കൂട്ടിയിരിക്കുന്ന ബോർഡ് വെച്ചിരിക്കുക. ഇന്ന് ഞാൻ വരുന്ന വഴിക്ക് ഞാൻ നോക്കി, പുതിയൊരു ബോർഡ് മൈത്രി എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിരിക്കുന്നു. ആ പ്രദേശം മുഴുവൻ JCBക്ക് നിരത്തി. മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം അവിടെ ഉണ്ടാവില്ല. സാധാരണക്കാരൻ്റെ 2, 3, 4, 5 ഏക്കർ സ്ഥലം ചെറിയ പൈസയ്ക്ക് വാങ്ങി JCB കൊണ്ട് നിരത്തി അവിടുത്തെ മുഴുവൻ മരങ്ങളും വെട്ടി നശിപ്പിച്ച് ആ വെള്ളം പെയ്യുന്ന ഒരു തുള്ളി വെള്ളം പോലെ അവിടെ നിൽക്കാൻ നേരെ കബനിയിലേക്ക് ഒഴുകി പോവുക. അപ്പോൾ ഇതിനെതിരെയൊക്കെയല്ലേ പ്രതികരിക്കേണ്ടത് ജനങ്ങൾക്ക് കൃഷി ചെയ്യാനാണെങ്കിൽ? പിന്നെ നമ്മളൊക്കെ ചെയ്യുന്നതെന്താ? ഒരു സ്ഥലത്ത് ഒരു 1/2 ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ അതിൽ 25 സെൻറ്റ് സ്ഥലത്ത് ഒരു വീട് പണിയും. എന്നിട്ട് അതിൻ്റെ മുറ്റം മുഴുവൻ കോൺക്രീറ്റ് ചെയ്യും. പെയ്യുന്ന വെള്ളം ഒരു തുള്ളി പോലും ഭൂമിയിലേക്ക് ഇറങ്ങില്ല. പിന്നെ നമ്മൾ എവിടെ ജലം കൊണ്ട് പരിഹാരം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്? അല്ല, ഈ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഒന്ന് പറയണം. നിങ്ങളെല്ലാം ഈ ആളുകൾക്ക് ഇതൊന്നും കാണുന്നില്ലേ? ഈ ഭൂമി ഇങ്ങനെ നിരത്തി മഴ പെയ്ത ഒരു തുള്ളി വെള്ളം ഇറങ്ങാത്ത തരത്തിലേ ആകുന്നത്. രാഷ്ട്രീയ നേതാക്കന്മാരെ ഇതിന് മറുപടി പറയണം. ഓക്കെ, ശ്രീ MS സുരേഷ് ബാബു ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ പരമാവധി അദ്ദേഹം അടക്കം സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ താങ്കൾ കേട്ടു, കുറിച്ച് വെച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുൽപ്പള്ളി മുള്ളംകൊല്ലി ജനങ്ങൾക്കിടയിൽ ഒരു ചേരി ഉണ്ടാകുന്ന രൂപത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ വരാതിരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു കൂട്ടർ ഇരയും മറ്റൊരു കൂട്ടർ വേട്ടക്കാരും എന്ന രൂപത്തിലേക്കുള്ള പരാമർശങ്ങൾ വരുന്നത് ഗുണകരമല്ല. നമുക്കെല്ലാം ഈ ആശങ്കയുണ്ട്, ഈ പദ്ധതി സംബന്ധിച്ചുള്ള ആശങ്കയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ MS സുരേഷ് ബാബു അത് പറയുമ്പോൾ തന്നെ ഇവരെല്ലാം ഉന്നയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടുകൾ ഇന്നതായിരിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ്. ഇവിടെ ഈ അവ്യക്തത ഉണ്ടാകുമ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും വ്യക്തത വരുത്താനുള്ള ഒരു ശ്രമം ഉണ്ടായിട്ടില്ല എന്നാണ് ഈ ചർച്ചയിൽ നിന്നും മനസ്സിലാവുന്ന ഒരു കാര്യം. അതാവാം ഇത്രത്തോളം ആശങ്ക അവിടേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വസ്തുതാവിരുദ്ധമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു പ്രദേശത്ത് ഒരു പദ്ധതി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ചെയ്യുക. അത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള DPR ഉണ്ടാവണം, അതിനാവശ്യമായിട്ടുള്ള ജനപ്രതിനിധികളുടെ ഉണ്ടാവണം. ഇത്തരം കാലം എന്തുകൊണ്ടാണ് നമ്മൾ തൊട്ടപ്പുറം ചിന്തിക്കൂ, എന്തുകൊണ്ടാണ് തോണ്ടാർ പദ്ധതി സംബന്ധിച്ചിട്ട് ഈ അവ്യക്തതയില്ലല്ലോ? അവിടുത്തെ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, നിയോജകമണ്ഡലം കമ്മിറ്റിക്ക് അത്തരം പ്രശ്നങ്ങളില്ലല്ലോ. അവർ ആക്ഷേപം ഉന്നയിച്ചു. ആ ആക്ഷേപം പരിഹരിക്കുന്നതിന് വേണ്ടി യോജിച്ച പ്രവർത്തനം. വികസന കാര്യത്തിൽ നമുക്ക് രാഷ്ട്രീയം മാറ്റിവെക്കാം. വികസന കാര്യത്തിൽ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഈ ജനങ്ങളുടെ മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഈ ഡെമോക്രാസിന്റെ വാളായിട്ടുള്ള ഈ കടമാന്തോട് പദ്ധതി സംബന്ധിച്ച് അവ്യക്തത നീക്കാൻ നമുക്ക് യോജിച്ചു നിന്നുകൂടെ? എന്തിനാണ് നമ്മൾ അപ്പുറം നിൽക്കുന്നത്? നമുക്ക് യോജിച്ച് നിൽക്കാമല്ലോ. അതൊരു നേതൃസ്ഥാനത്ത് ആരുണ്ടാവണം? ബഹുമാന്യനുള്ള MLA ഉണ്ടാവണം. MLA ഇവിടുന്ന് മാറി നിൽക്കുകയാണ്. ശ്രീമാൻ KLP പറഞ്ഞു,
അവിടെ ഒരു ചോദ്യമുണ്ട്. MLA മാറി നിന്നോട്ടെ, ഈ പദ്ധതി മുന്നോട്ട് വന്നൂടെ? ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു വൻകിട പദ്ധതി നടപ്പാക്കുമ്പോൾ MLA മാറി നിന്നുകൊണ്ട് ആ പദ്ധതി നടപ്പാക്കണം എന്ന് പറയുന്ന രീതിയോട് സംസ്ഥാനത്തെ ഗവൺമെന്റ് താല്പര്യമില്ല. അവിടെയാണ് ഇവിടെ ഇരട്ടത്താപ്പാണോ എന്നൊരു ചോദ്യം. ഒരു കേരള സംസ്ഥാനം ആകെ ബാധിക്കുന്ന കേരളയിൽ പോലുള്ള ഒരു പദ്ധതിയും ഒരു നിയമസഭാ മണ്ഡലത്തിനുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന 2-3 പഞ്ചായത്തിനെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് എന്തിനാ താരതമ്യം ചെയ്യുന്നത്? അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ റോഡ് പോകുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾ വന്നപ്പോൾ കണ്ടല്ലോ, റോഡ് പണി നടക്കുന്നുണ്ടല്ലോ. ആ റോഡ് പണിയുമായി ബന്ധപ്പെട്ട MLAയുടെ ഓഫീസിൽ നിന്ന് ഒരു കത്ത് വൈകിയത് കൊണ്ട് മാത്രമാണ് അത് ടെൻഡർ വൈകിയത്. ബഹുമാനുള്ള ഓനഞ്ചാനോട് ഞാൻ പറഞ്ഞു, ഓനഞ്ചാൻ വളരെ ഭംഗിയായി ഇടപെട്ടു, അത് വളരെ നന്നായി പരിഹരിച്ചു. ഇതാണ് ഗവൺമെന്റ് പോളിസിയാണത്. അപ്പോൾ ഒരു നിയോജക മണ്ഡലത്തിൽ ഗവൺമെന്റ് വൻകിട അല്ലെങ്കിൽ വലിയ രൂപത്തിലുള്ള ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ, പ്രത്യേകിച്ച് 10 കോടിക്ക് മുകളിലുള്ള ഒരു പ്രോജക്റ്റ് നടപ്പാക്കുമ്പോൾ ആ ബന്ധപ്പെട്ട MLA അറിയണം. ഏത് MLA എന്നുള്ളതല്ല പ്രശ്നം, MLA അറിയണം. ഇതാണ് നിലപാട്. ഇവിടെ ഒരു പ്രശ്നം, MLAയുടെ പ്രോട്ടോകോൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ലല്ലോ. MLA വിളിച്ചാൽ ഏത് ഉദ്യോഗസ്ഥനാണ് വന്നിരിക്കാത്തത്? ഇവിടുത്തെ ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, വാട്ടർ അതോറിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെ MLA വിളിച്ചാൽ ഈ സിവിൽ സ്റ്റേഷനിൽ വന്നിരിക്കുമല്ലോ. ഏത് ഉദ്യോഗസ്ഥനാണ് വന്നിരിക്കാത്തത്? അദ്ദേഹത്തിൻ്റെ പ്രോട്ടോകോൾ ഞാൻ പറയണോ? ശാസ്ത്രജ്ഞന്മാരാ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സാങ്കേതിക വിദഗ്ധർ ആരാണ് MLA വിളിച്ച വരാത്ത ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട്? പക്ഷേ MLAക്ക് താല്പര്യമില്ല. കൃത്യമായിട്ട് ഞാൻ പറയാം, സുൽത്താൻ ബത്തേരി MLA മുൻകൈ എടുത്തിരുന്നുവെങ്കിൽ ഈ പദ്ധതി പ്രദേശവുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ആശങ്ക പണ്ടേ അകറ്റാമായിരുന്നു. MLA പങ്കെടുത്തില്ലെങ്കിൽ ഈ പദ്ധതി വരില്ലേ? താങ്കളുടെ മുന്നണിയുടെ അത് ഗവൺമെന്റ് തലത്തിൽ തീരുമാനമെടുക്കേണ്ട ഒരു കാര്യമാണ്. ഗവൺമെന്റ് പോളിസി മാറ്ററുമായി ബന്ധപ്പെട്ട പ്രശ്നമാണത്. ഓക്കെ, ശ്രീ KLP, താങ്കൾക്ക് പറയാം. കാരണം MLA പങ്കെടുക്കേണ്ടതും വ്യക്തത വരുത്തേണ്ടതും അദ്ദേഹത്തിന്റെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്കുള്ള അവകാശമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കർത്തവ്യമാണ് എന്നാണ് പറയുന്നത്. അല്ല, ഇത്രയും നമ്മൾ ചർച്ചയിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായല്ലോ. നേരത്തെ ഒരു പദ്ധതി 44 മീറ്റർ ഉയരത്തിലെന്ന് ഇവിടെ പറയുന്നു. അത് മാറ്റി ഒരു ചർച്ചയുടെ ഭാഗമായി പിന്നീട് ഉദ്യോഗസ്ഥന്മാർ അവർ തീരുമാനമെടുത്ത് 28 മീറ്ററാക്കി എന്ന് പറയുന്നു. അപ്പോൾ ആ 28 മീറ്ററിൽ തന്നെ എവിടെ പണിയണമെന്നുള്ളതിനെ സംബന്ധിച്ചും കൃത്യമായി സർക്കാരിന് ജലവിഭവ വകുപ്പിന് കൃത്യമായ നിർദ്ദേശമില്ല. 28 മീറ്ററിൽ എവിടെ പണിയുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും പുൽപ്പള്ളി ടൗൺ അടക്കമുള്ളതിൻ്റെ ഭാവി. അവിടെ നിന്ന് കുടിയിറങ്ങി പോകേണ്ടി വരുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങളെ സംബന്ധിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാകേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ നിൽക്കുന്ന പ്രശ്നം എന്താ? ഇവർ MLAയുടെ പുറത്തേക്ക് കയറേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ വിവാദമായി നിൽക്കുന്ന ഒരു പദ്ധതിയാണിത്. ആ പദ്ധതി നമുക്ക് നടപ്പിലാക്കണം എന്നുള്ള ചിന്തയിലാണ് ഇവർ പറയുന്നതെങ്കിൽ MLAയുടെ കുതിര കയറാൻ വരികയല്ല വേണ്ടത്. പകരം ജലവിഭവ വകുപ്പ് മന്ത്രി, അതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ MLAയെ അറിയിക്കുന്നു, ഞങ്ങൾ ഈ പദ്ധതിയെപ്പറ്റി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ ഇന്ന ഡേറ്റിന് വരുന്നു, നമുക്ക് ഇവിടുത്തെ 2 ത്രിതല പഞ്ചായത്തുകളുടെയും ജനപ്രതിനിധികളുടെയൊക്കെ ആളുകളെ ഒന്നിച്ചിരുന്ന് നമുക്കിതിൻ്റെ ജനങ്ങളുടെ ഭാഗത്തുള്ള ആശങ്ക എന്താണ്, ആ പ്രശ്നങ്ങൾ കേട്ടിട്ട് ഇപ്പോൾ 28 മീറ്റർ എന്ന് പറയുന്നത് അടക്കം ആ ചർച്ചയ്ക്ക് വിധേയമാക്കി ഇത് സാധാരണ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഈ 2 പഞ്ചായത്തുകൾക്കും പ്രയോജനപ്പെടുന്നൊരു പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമോ എന്ന് ആദ്യം ഒരു ധാരണയുണ്ടാകണം. ആ ധാരണ ഉണ്ടാക്കിയാൽ സ്വാഭാവികമായി ജനങ്ങളുടെ ആശങ്ക തീരും. ആ ആശങ്ക അകറ്റാതെ MLAയോട് ഈ ആശങ്കയുടെ മുമ്പിൽ പോയി നിന്നോ, നിങ്ങൾ ആ ആശങ്കക്കാരുടെ വിരോധം മുഴുവൻ ഉണ്ടാക്കിക്കോ, ഞങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാം എന്ന് പറഞ്ഞ് തടി തപ്പാനായിട്ട് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ശ്രമിക്കുന്നത് ഒരു തരം തടിതപ്പൽ പരിപാടിയാണ്. അല്ല, ഈ ആശങ്ക പറഞ്ഞവർക്കുള്ള ഒരു മറുപടി MLA നൽകിയിട്ടുണ്ടോ? ആശങ്ക പറയുന്ന ആളുകളുണ്ടാവും ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക്. തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. സർക്കാർ ഒരു തീരുമാനം അറിയിക്കട്ടെ, ആ തീരുമാനത്തിൻ്റെ ഭാഗമായി അതിനോട് ഒപ്പം നമുക്ക് സഹകരിക്കാം എന്നാണ് MLA പറഞ്ഞിട്ടുള്ളത്. MLAയുടെ നേതൃത്വത്തിൽ കലക്ട്രേറ്റിൽ ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ഇവിടുത്തെ സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടാൻ പഞ്ചായത്ത് ഭാരവാഹികളോടും ഗ്രാമസഭ വിളിച്ചുകൂട്ടാൻ അവരോടും നിർദ്ദേശിച്ചിട്ട് വിളിച്ചില്ലല്ലോ. എന്തുകൊണ്ട് വിളിച്ചില്ല? അപ്പോൾ അവർക്കും ഈ ജനങ്ങളുടെ പ്രശ്നം എന്ത് എന്ന് പറയാനുള്ള വ്യക്തത അവർക്കില്ല, പഞ്ചായത്തിനില്ല. പഞ്ചായത്തിനില്ലാതെ MLAയുടെ പേർത്ത് വെറുതെ കുതിര കയറുക. വേറെ ഒരു കാര്യവും MLAക്കെതിരെ പറയാനില്ലാത്തതുകൊണ്ട് പറയുകയാണ്. ഇവിടെ ഒന്ന് ചോദിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട KLP ഇത്രയും ഭരണ പരിജ്ഞാനവും ഈ മേഖലയിൽ അറിവുമൊക്കെയുള്ള ഒരാളാണ്. ഇപ്പോൾ ഇത് കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നത്. 2019 ഫെബ്രുവരി 4-ാം തീയതിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ MLAയെയും പൂതാടി പുൽപ്പള്ളി മുള്ളംകൊല്ലി പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും തിരുവനന്തപുരത്ത് യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നത്. തിരുവനന്തപുരത്ത് വിളിച്ച യോഗത്തിൽ
മുള്ളംകൊല്ലി പ്രസിഡൻറ്റും ബഹുമാനപ്പെട്ട MLAയും മാറി നിന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് അവിടെ ജലസേചന വകുപ്പിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം പൂതാടിയിലെ പ്രസിഡൻറ്റും ഞാനും കേളു MLAയും ശശിയേട്ടൻ MLAയും ഒക്കെ പങ്കെടുത്തുകൊണ്ടായിരുന്നു ആ യോഗം നടന്നത്. ആ യോഗത്തിൽ ഇവിടെ പുൽപ്പള്ളിയും മുള്ളംകൊല്ലിയുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം നിലനിൽക്കുന്നത്. ജനകീയ പ്രതിഷേധങ്ങൾ വരാൻ സാഹചര്യമുള്ള സാഹചര്യങ്ങളിൽ ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ മുന്നിൽ നിൽക്കേണ്ടത് ജനപ്രതിനിധികളാണ് എന്നുള്ള കൃത്യമായ ഗവൺമെൻറ്റിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട MLAയുടെ നേതൃത്വത്തിൽ പുൽപ്പള്ളി മുള്ളംകൊല്ലി കേന്ദ്രീകരിച്ചൊരു യോഗം വിളിക്കാൻ പറയുന്നത്. ആ യോഗം അന്നേ ദിവസം MLA പങ്കെടുക്കാത്തത് കൊണ്ട് തന്നെ കൃത്യമായി ആ മാസം തന്നെ 19-ാം തീയതി ഈ യോഗം പുൽപ്പള്ളി പഞ്ചായത്തിൽ വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചു. നമ്മൾ ഈ യോഗം വിളിക്കുന്നതിന് വേണ്ടി നോട്ടീസെല്ലാം തയ്യാറാക്കുന്ന സാഹചര്യത്തിൽ MLAക്ക് അന്നേ ദിവസം പങ്കെടുക്കാൻ തടസ്സമുണ്ട്, മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റാൻ പറഞ്ഞുകൊണ്ട് അറിയിപ്പ് തന്നു. അങ്ങനെ ആ യോഗം ആ ദിവസം നടന്നില്ല. അതിനുശേഷമാണ് 2-3 ആവർത്തി ഈ യോഗം നടത്തുന്നതിനെക്കുറിച്ച് മിനിസ്ട്രി തലത്തിൽ നിന്ന് കളക്ടറുടെ അടുത്ത് നിന്നൊക്കെ പഞ്ചായത്തിനെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് നമ്മൾ കളക്ടറോട് പറഞ്ഞു, കളക്ടർ തന്നെ MLAയോട് സംസാരിക്കാൻ പറഞ്ഞു. ആ സംസാരത്തിനും ഫലം ഉണ്ടാകാതെ വന്നപ്പോഴാണ് കളക്ടർ നേരിട്ട് ഈ യോഗം സർവകക്ഷി യോഗമായിട്ട് കൽപ്പറ്റ ബഹുമാനപ്പെട്ട കളക്ടറുടെ ചേംബറിൽ ഈ യോഗം വിളിക്കുന്നത്. അതെല്ലാം അറിയുന്നതും ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളുമാണ് ബഹുമാനപ്പെട്ട KLP അടക്കം. പിന്നെ ഈ യോഗത്തിൽ ഇപ്പോൾ എന്തുകൊണ്ട് ഗവൺമെൻറ്റിന് ഇത് നേരിട്ട് നടത്തിക്കൂടാ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതേ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ തൊണ്ടാർ പദ്ധതിക്ക് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട കേളു MLA ഈ യോഗം കേളു MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ മാനന്തവാടിയിൽ ഈ യോഗം വിളിച്ചു. ആദ്യം നല്ല എതിർപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ യോഗം വളരെ സ്മൂത്തായി പിന്നീടുള്ള ആളുകൾക്ക് ഇതിൻ്റെ മുഴുവൻ ഗുണഫലങ്ങളും മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവിടെ ആ പദ്ധതി വരാൻ വേണ്ടി ജനം തയ്യാറായി. അപ്പോൾ ജനപ്രതിനിധി ചെയ്യേണ്ട കാര്യം ജനപ്രതിനിധി ചെയ്യുക എന്ന് പറയുന്നത് അനിവാര്യമാണ്. അതിൻ്റെ പേരിൽ മാറി നിൽക്കുന്നതിലൂടെ യാതൊരു ഫലമില്ല. ഇത് പിന്നെ ഈ പദ്ധതി ഇപ്പം 44 മീറ്ററാണോ 28 മീറ്ററാണോ ഇതിവിടെ നടപ്പാക്കാനല്ല പറഞ്ഞിട്ടുള്ളത്. കൃത്യമായി ഇതിൻ്റെ സർവേ നടത്തി ഈ ഭൂപ്രകൃതിക്ക് അനുയോജ്യമാണോ ഈ പദ്ധതി എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടെ നടക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് ജനം എത്തുക, അതിന് ജനങ്ങളെ അണിനിരത്തുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അത് തിരിച്ചറിയണം. അപ്പോൾ അത് തിരിച്ചറിയുന്നതിൻ്റെ ഭാഗമായി അതിന് ഒരു ഭാഗം കൂടി പറഞ്ഞോട്ടെ. എന്താണെങ്കിലും ബഹുമാനപ്പെട്ട MLAയും ബഹുമാനപ്പെട്ട ബിന്ദു പ്രകാശും അടക്കം കലക്ടറുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നത് ശരിയാണ്. ആ യോഗത്തിൽ ഒരു തീരുമാനവും എടുത്തു. ആ തീരുമാനം ഞാൻ വായിച്ചു കേൾപ്പിച്ചു. പുൽപ്പള്ളി പഞ്ചായത്ത് മുള്ളംകൊല്ലി പഞ്ചായത്തിൽ അവിടെ ജനങ്ങൾക്ക് ഇതിനകത്ത് വിവാദമില്ല. അവിടെ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. ഇവിടെയാണ് പുൽപ്പള്ളിയിലാണ് ഈ പ്രശ്നം വരുന്നത്. കാരണം പുൽപ്പള്ളിയിലാണ് ഡാം വരുമെന്ന് സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ പുൽപ്പള്ളിയിൽ സർവകക്ഷി യോഗം എന്തുകൊണ്ടാണ് ഈ കൽപ്പറ്റയിൽ MLA അടക്കം പങ്കെടുത്തെടുത്ത തീരുമാനത്തിന് ശേഷം പുൽപ്പള്ളിയിൽ എന്താണ് ഒരു സർവകക്ഷി യോഗം വിളിക്കാഞ്ഞത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട പ്രദേശത്തെ ഗ്രാമസഭകൾ വിളിക്കാഞ്ഞത്? അത് വിളിക്കാതെ ഇരിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നുള്ള വീഴ്ച തന്നെയല്ലേ? പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരുടെ വീഴ്ചയല്ലേ? അത് വിളിച്ചു ചേർക്കുമ്പോൾ MLA അടക്കം പങ്കെടുത്ത ഒരു യോഗത്തിൻ്റെ തീരുമാനപ്രകാരം പഞ്ചായത്തിലൊരു സർവകക്ഷി യോഗമോ ഗ്രാമസഭകളോ വിളിക്കുമ്പോൾ സ്വാഭാവികമായി MLAയുമായി ബന്ധപ്പെട്ട ആളുകളോ സഹകരിക്കുമല്ലോ. വിളിച്ചില്ലല്ലോ. എന്തുകൊണ്ട് വിളിച്ചില്ല? ശ്രീ MS സുരേഷ് ബാബു, താങ്കൾക്ക് തന്നെ പറയാം. ബഹുമാനായ KLP ചോദിച്ചവിടെ MLAയോടാണ് ചോദിക്കേണ്ടത്. MLA പങ്കെടുക്കാതെ MLAയുടെ ഇവിടെ സർവകക്ഷി യോഗം വിളിക്കാത്ത എന്തുകൊണ്ട് പറഞ്ഞ കാര്യമുണ്ടോ? പുൽപ്പള്ളി സർവകക്ഷി യോഗം വിളിക്കാൻ തീരുമാനിച്ചതാണ്. ബഹുമാനായ സണ്ണി തോമസ് നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഈ പദ്ധതി ഉണ്ട് എന്നും പദ്ധതി സംബന്ധിച്ച അവ്യക്തത നേരത്തെ ജില്ലാ പഞ്ചായത്ത് മുൻ മെമ്പറായിട്ടുള്ള ശ്രീ വർഗീസ് പ്രിയങ്കാവ് സൂചിപ്പിച്ചല്ലോ. അപ്പൊ ഇരുട്ട് കൊണ്ട് ഓട്ട അടയ്ക്കാമെന്ന് ബഹുമാനായ KLP ധരിക്കരുത്. നിങ്ങളാണ് ഭരണത്തിൽ ഇരിക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള അല്ല സാർ, ഞാൻ പറയട്ടെ ആരാണ് സാർ 28 മീറ്റർ ഹൈറ്റ് നിശ്ചയിച്ചത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണോ? പിണറായി വിജയൻ ഗവൺമെന്റാണോ? അല്ല സാർ. അവിടെ സർവേ നടത്താൻ തീരുമാനിച്ച 2013 മന്ത്രി പങ്കെടുത്ത യോഗം തീരുമാനിച്ച ആരാണ് സാർ? സാറും അതുപോലെ തന്നെ MLAയും ഉൾപ്പെടെ ആളുകളാണ്, ഞങ്ങളല്ല സാർ. അതുപോലെ തന്നെ അതിനുശേഷം 3 വർഷക്കാലം ഉണ്ടായിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായില്ലല്ലോ. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് വന്നതിന് ശേഷം ഞങ്ങൾ ഈ സംബന്ധിച്ചുള്ള നിലപാട് സ്വീകരിക്കുന്നത് 2017-18 ഞങ്ങൾ എടുക്കുന്ന നിലപാട് അതുമല്ല. അതിനുശേഷം MLA ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള സഹകരണത്തിന് തയ്യാറല്ല. എന്തുകൊണ്ട് MLAയിലേക്ക് ഫോക്കസ് ചെയ്യുന്നു? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇവിടെ ജനങ്ങളുടെ വോട്ട് വാങ്ങിപ്പോയിട്ടുള്ള ഒരു ജനപ്രതിനിധിക്ക് ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയും ഇല്ലാത്ത നിലപാട് സ്വീകരിച്ചാൽ അത് MLA കുറിച്ചല്ല, അവർ വേറെ ആരെ കുറിച്ചാണ് പറയുക? ഈ പദ്ധതിയുമായി ആശങ്ക മാറ്റേണ്ടത് MLA തന്നെയാണ്. അദ്ദേഹമാണ് മുൻകൈ എടുക്കേണ്ടത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, KLP അടക്കം പങ്കെടുത്തുകൊണ്ട് സർവേ നടത്താൻ വേണ്ടി തീരുമാനിച്ചതാണ് ഒരു ഘട്ടത്തിലെന്ന് സുരേഷ് പറഞ്ഞു. ഇപ്പോൾ
അങ്ങനെ ഞാനടക്കം പങ്കെടുത്തുകൊണ്ട് സർവേ നടത്താൻ ഒരു യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഉണ്ട് എങ്കിൽ തെളിയിച്ചാൽ സുരേഷ് പറയുന്ന പോലെ ഞാൻ ചെയ്യാം. എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ ഇങ്ങനെ ഒരു പദ്ധതി വരുന്നു. ആ പദ്ധതിയുടെ വിശദാംശങ്ങളെ പറ്റിയിട്ട് ബഹുമാനപ്പെട്ട PJ ജോസഫ് അടക്കം മന്ത്രിയായിരുന്ന അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്നപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു 44 മീറ്റർ ഉയരത്തിലുള്ള പദ്ധതിയാണ്, അത് പറ്റില്ല, പുൽപ്പള്ളി പ്രദേശം മുഴുവൻ മുങ്ങിപ്പോകും, അത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ അതിനെപ്പറ്റി എന്ത് വേണമെന്ന് പുനഃപരിശോധന നടത്താമെന്ന് പറഞ്ഞു പോകുന്നു. പിന്നീട് ഉദ്യോഗസ്ഥന്മാർ അത് 28 മീറ്ററായി കുറച്ചു എന്ന് കേൾക്കുന്നു. ആ 28 മീറ്റർ ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്ത് എന്ന് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ലല്ലോ. നമുക്കാവശ്യം ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. ആ ആശങ്ക പരിഹരിക്കണമെങ്കിൽ വെറുതെ MLAയുടെ പുറത്തേക്ക് കയറുകയല്ല വേണ്ടത്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ചല്ലേ പറയുന്നേ, ബഹുമാനപ്പെട്ട ജലവകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ചീഫ് എഞ്ചിനീയറോ അതുപോലെ ബന്ധപ്പെട്ട മറ്റ് ശാസ്ത്രജ്ഞന്മാരടക്കമുള്ളവർ ഇവിടെ ഒരു അറിയിപ്പ് കൊടുക്കട്ടെ. ഈ പുൽപ്പള്ളി പഞ്ചായത്തിൽ വരുന്നു, പുൽപ്പള്ളി മുള്ളംകൊല്ലി പഞ്ചായത്തിലെ ത്രിതല പഞ്ചായത്ത് മെമ്പർമാരും അതേപോലെ MLA അടക്കമുള്ള ആളുകൾ ചർച്ച ചെയ്ത് ജനങ്ങളുടെ ഭാഗത്ത് അവരുടെ ആശങ്കയും വിഷമങ്ങളും മനസ്സിലാക്കി ഇതെങ്ങനെ ഈ കാര്യത്തിന് പരിഹാരമുണ്ടാക്കാമെന്ന് അവർ കൂടി പങ്കെടുത്തുകൊണ്ട് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. അതിന് നിങ്ങൾ തയ്യാറുണ്ടോ? ഒറ്റ കാര്യം അതെ പറയട്ടെ, അവർ പറയട്ടെ. അല്ല, ബഹുമാനായ KLP സാർ മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞ ഡിസംബർ മാസം 30-ാം തീയതി മന്ത്രി വന്നല്ലോ വയനാട്ടിൽ. ആ സ്ഥലത്തേക്ക് പോലും പോയിട്ടില്ല. എന്തിനാണ് സാർ പച്ചക്കള്ളം ഈ ജനങ്ങളോട് പറയുന്നത്? MLA പോയി, MLA പറഞ്ഞു ഈ നടപ്പാക്കാൻ എന്നെ കാക്കണ്ട എന്ന് റോഷി അഗസ്റ്റോട് കൽപ്പറ്റ സിവിൽ സ്റ്റേഷനിൽ ചേർന്ന യോഗത്തിൽ പറഞ്ഞു. സാർ എന്നെ കാക്കേണ്ടതല്ല, വ്യക്തതയില്ലാത്ത രീതിയിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുന്നുണ്ടല്ലോ 28 മീറ്റർ ഉയരത്തിൽ ഈ പറയുന്ന ചില്ലിംഗ് പ്ലാന്റിന്റെ മുകൾ ഭാഗത്ത് 28 മീറ്റർ ഉയരത്തിൽ ഒരു വലിയ ഡാം വന്നാൽ പുൽപ്പള്ളി പട്ടണം ഉണ്ടാവുമോ? സാർ 28 മീറ്റർ CPM-ന്റെ അഭിപ്രായമല്ല, ഞങ്ങൾ അത് അംഗീകരിച്ചിട്ടില്ല. ചർച്ച ചെയ്യണ്ടേ പറയുന്നത്? സാർ ആളുകളുടെ സർവേ നടക്കട്ടെ, സർവേ നടക്കട്ടെ. സർവേ നടന്നതിന് ശേഷം മാത്രം ഒന്നുകൂടി വരാം, ഇദ്ദേഹം സംസാരിക്കും. കളക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്ത ഒരാളെന്ന നിലയിൽ അന്ന് ആ യോഗത്തിൻ്റെ തീരുമാനം എന്ന് പറയുന്നത് പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ഈ പദ്ധതി പ്രദേശം നിലനിൽക്കുന്ന ഈ പ്രദേശം എന്ന നിലയിൽ ഇവിടുത്തെ സർവകക്ഷി യോഗം വിളിച്ച് അവിടുത്തെ ഈ വാട്ടർ അതോറിറ്റിയുടെയും അതുപോലെ തന്നെ ഇറിഗേഷൻ്റെയും ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കാമെന്ന് പറഞ്ഞ ഡേറ്റിൽ MLAയോട് യോഗം വിളിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സാർ പറഞ്ഞു കഴിഞ്ഞില്ല. ഞാൻ അന്നേരം വെച്ച ഒരു നിർദ്ദേശമുണ്ട്. ഇവിടെ 28 മീറ്ററിൽ ഇവിടെ ഒരു ഡാം വരുന്ന സാഹചര്യത്തിൽ ഈ പുൽപ്പള്ളി പ്രദേശത്തിനല്ല, ഈ പ്രദേശം മുഴുവൻ വെള്ളത്തിൽ മുക്കിക്കൊണ്ട് ഇവിടെ ഒരു ഡാം വന്നാൽ ഈ പ്രദേശത്തിന് അത് ഉപകാരപ്പെടില്ല. അതുകൊണ്ട് പുൽപ്പള്ളി താഴെയങ്ങാടിയിലുള്ള പാലത്തിൽ നിന്ന് 2 മീറ്റർ താഴെ ജലം നിൽക്കത്തക്ക രീതിയിൽ അതിൻ്റെ ജലനിരപ്പ് എത്രയോ അത് കണ്ടെത്തുക. അത് കണ്ടെത്തിയിട്ട് ഈ പ്രദേശത്ത് ഈ പദ്ധതിക്ക് അനുയോജ്യമായ സ്ഥലമാണോ ഇത് എന്ന് ഒരു സർവേ നടത്തിയതിന് ശേഷം ഈ പദ്ധതി വേണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ യോഗം വിളിക്കാൻ തീരുമാനമെടുത്തിട്ടുള്ളത്. ആ യോഗം നടന്നിട്ടില്ല. ബഹുമാനായ എൻ്റെ സുഹൃത്ത് ഇവിടെ ബാബു നമ്മുടെ ഇവിടെ സൂചിപ്പിച്ചു, ഇവിടെ വരൾച്ചയെ സംബന്ധിച്ച് എല്ലാവരും വളരെ ഘോരം കണ്ണുനീരൊഴുക്കുന്നത് കണ്ടു. ഈ ഇരിക്കുന്നതിൽ പലരും ഇതിനു മുൻപ് ജനപ്രതിനിധികളായി പല ഗ്രാമപഞ്ചായത്തുകളിലും ഉണ്ടായിരുന്ന ജനപ്രതിനിധികളാണ്. നമുക്കറിയാം, ഈ കടമാന്തോട് വളരെ ചെറുതാക്കി സൈഡ് കെട്ടി അതിൻ്റെ സൈഡിൽ നിന്ന ചേമ്പും അതുപോലെ തന്നെ ഉണ്ടായിരുന്ന സർവ്വസാധനവും വലിച്ചു പറിച്ച് കളഞ്ഞ് വളരെ ക്ലീനാക്കി ഇവിടെ ഒരു തുള്ളി വെള്ളം മഴ പെയ്താൽ അത് അപ്പാടെ കബനിയിലെത്തക്കത്ത രീതിയിൽ ഈ പ്രദേശത്തുള്ള തോടുകൾ മുഴുവനും ചാല് കീറി കബനിയിലേക്ക് ഒഴുക്കിയതിൻ്റെ ഉത്തരവാദിത്വം ഇവിടെ ഇരിക്കുന്ന പല ജനപ്രതിനിധികൾക്കുണ്ട്. ഇല്ലെങ്കിലില്ല എന്ന് പറയണം. ഇവിടെ ചെറുകിട അണക്കെട്ടുകൾ നമുക്കറിയാം. ഇവിടെ മന്മഥൻമൂല ഇവിടെ നിന്ന് ഒരു 100 മീറ്റർ ഹൈറ്റിലാണ്. അവിടെ ഈ കടമാന്തോടിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് മന്മഥൻമൂലയാണ്. ഇവിടെ നിന്ന് 100 മീറ്റർ ഹൈറ്റിലുള്ള ഒരു പ്രദേശമാണ്. അവിടെ ഒരു അണ കെട്ടിക്കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള മുഴുവനും കിണറുകളും റീചാർജ് ആവും. ഈ പ്രദേശത്ത് കിണറുകളിലെല്ലാം കുടിവെള്ളമാകും. അതുപോലെ തന്നെ ഈ കടമാന്തോടിൻ്റെ ഈ മുള്ളംകൊല്ലിയിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറം മാറുന്ന അവിടെയൊക്കെ ചെക്ക് ഡാമുണ്ട്. ആ ചെക്ക് ഡാമിലൊക്കെ ചെക്ക് ഡാമല്ലാതെ ഒരു ചീപ്പ് മുറുക്കിയിട്ടുണ്ടോ അവിടെ എവിടെയെങ്കിലും? ഇവിടെ ഗ്രാമപഞ്ചായത്തുകളിൽ
ഉള്ള മെമ്പർമാർ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങളുടെയൊക്കെ പഞ്ചായത്തിലുള്ള എത്ര ഡാം തടയണകളിൽ നിങ്ങൾ ഈ വരൾച്ച വന്നപ്പോൾ അല്ലെങ്കിൽ ഈ വെള്ളം തീരുന്നതിന് മുമ്പ് നിങ്ങൾ ആ വെള്ളം ഒന്ന് തടഞ്ഞു നിർത്താനുള്ള എന്ത് നടപടി സ്വീകരിച്ചു? അതാദ്യം പറ. അതിനുശേഷം നമുക്ക് വൻകിട അണക്കെട്ടിൻ്റെ കാര്യത്തിലേക്ക് പോകാം. അതുകൊണ്ട് എനിക്കിത്രയാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ശ്രീ സുരേഷ് വാഗേരി, ഇവിടെ ഇപ്പോൾ പറയുന്നത് MLA പങ്കെടുത്തില്ല, MLA വിളിച്ചില്ല എന്ന് പറയുന്നു, പുൽപ്പള്ളി പഞ്ചായത്ത് തയ്യാറായില്ല എന്ന് പറയുന്നു. ഇതൊക്കെ BJP ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത്? അതുകൂടി നമ്മൾ ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു യോഗം നടന്നാൽ ഇതിനെ അനുകൂലിക്കുകയാണോ, അല്ലെങ്കിൽ BJPയുടെ പക്ഷത്തു നിന്നും ഏത് തരത്തിലുള്ള സമീപനമാണ് ഉണ്ടാവുക? ഇവിടെ നേരത്തെ ഇവിടെ പറഞ്ഞിരുന്നു MLA പങ്കെടുത്തില്ല. എന്നാൽ ശരി, ഇവർക്കിത് ഇപ്പോൾ കേരളയിലൊക്കെ വന്ന സമയത്ത് അവിടെ MLA-മാരെ സമ്മതം നടത്തുന്നതല്ല ഇവിടെ ഈ പരിപാടിയിൽ നടത്തിയിരിക്കുന്നത്, സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സർവേ നടത്തുമോ എന്നുള്ളത് ഇവിടുത്തെ LDF-ൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രതിനിധി വ്യക്തമാക്കണം. ഈ പദ്ധതി പ്രദേശം സർവേ നടപ്പിലാക്കുമോ, ഇനി മുന്നോട്ട് നടപ്പിലാക്കുമോ എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമാക്കണം. ഞാനിവിടെ നേരത്തെ പറഞ്ഞിരുന്നു, വലിയൊരു പദ്ധതിക്ക് വേണ്ടിയിട്ട് BJPക്ക് സപ്പോർട്ടില്ല. ചെറിയ ചെറിയ ഡാമുകൾ അല്ലെ ചെറിയ അണക്കെട്ടുകളൊക്കെ ആണെങ്കിൽ അതിന് നമുക്ക് നോക്കാം. ഇപ്പോൾ 28 മീറ്റർ പറഞ്ഞെങ്കിൽ കടമാൻ തോടിനെ എതിർക്കുകയാണ്, വരണ്ട എന്നാണ് പറയുന്നത്. കടമാൻ തോട് ഈ പറഞ്ഞ രീതിയിൽ 28 മീറ്റർ എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു 500-600 കുടുംബങ്ങളെയൊക്കെ ഒഴിപ്പിക്കേണ്ടതായിട്ട് വരും. അത്തരം വലിയ പദ്ധതിക്ക് BJP എന്തായാലും അതിനോട് സഹകരിക്കുന്നില്ല, സപ്പോർട്ടില്ല. ചെറിയ ചെറിയ പദ്ധതികൾ, ചെറിയ ചെറിയ അണക്കെട്ടുകൾ, ചെറിയ ചെറിയ ഡാമുകൾ ആ തരത്തിലേക്കുള്ളതാണെങ്കിൽ മാത്രമേ അതിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, നമ്മളെ ചർച്ച അവസാനിപ്പിക്കാൻ സമയമാണ്. CMS സുരേഷ് ബാബുവിൽ നിന്ന് തുടങ്ങാം. ഈ ഒരു പദ്ധതിയെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഏത് തരത്തിലാണ് ഇത് കൊണ്ടുവരാനുള്ള, ഇപ്പൊ ഇവർ പറഞ്ഞ ആശങ്കകൾ ഒരുപാടുണ്ട്. കാർഷിക മേഖലയിലെ കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ സ്ഥലം വിൽപ്പനയ്ക്ക്, കല്യാണം കഴിച്ചുവിടേണ്ട മക്കളുടെ കാര്യത്തിലൊക്കെ പറയുന്നുണ്ട്. മറുപടി പറയാനാണോ? ഓക്കെ, ഞാൻ ചർച്ചയുടെ തുടക്കം മുതൽ വരാൻ സാധിച്ചില്ല എങ്കിലും ഇത്രയും സങ്കീർണമായ ഒരു പ്രശ്നത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തൊരു നയമുണ്ടാകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകൾ പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ വരികയും അവരൊരു മീറ്റിങ്ങിലൂടെ ഈ പ്രൊജക്റ്റിനെ സംബന്ധിച്ച് അവിടെ വിശദീകരിക്കുകയും ചെയ്തു. അപ്പം ഞാൻ സൂചിപ്പിച്ചത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ജില്ലാതലത്തിൽ ഉദ്യോഗസ്ഥർ, കളക്ടർ അടങ്ങുന്ന ആളുകൾ അവരെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രദേശത്ത് വരികയും ഈ പ്രദേശങ്ങളുടെ ആളുകളുടെ ആശങ്ക തീർക്കുന്ന തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു പ്രപ്പോസലുണ്ട്, അത് ഇതാണ് എന്ന് കൃത്യമായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. പക്ഷേ അതിനുശേഷം അവരുടെ വിശദീകരണത്തിന് ശേഷം ഞാൻ ഇന്നത്തെ കളക്ടർ ഗീത IAS-ൻ്റെ അടുത്ത് പോയി. അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഗവൺമെൻറ്റിൽ നിന്ന് യാതൊരു നിർദ്ദേശവും എനിക്ക് വന്നിട്ടില്ല, ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും വന്നിട്ടുണ്ട് എങ്കിൽ എനിക്കതറിയില്ല. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് കൃത്യമായ നിർദ്ദേശമുണ്ട് എങ്കിൽ ഞാൻ വന്ന് മീറ്റിംഗ് വിളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പെടുക്കും. അപ്പോൾ ഇതുവരെ ഗവൺമെൻറ്റിൽ നിന്ന് ജില്ലാ കളക്ടർ ഗീത IAS-ന് പോലും ഒരു നിർദ്ദേശം വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിനെ അത്രയും ഗൗരവത്തിലെ ഗവൺമെൻറ് എടുത്തിട്ടുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ അലക്കി ഈ പ്രദേശത്തെ ആളുകളുടെ ആശങ്ക അത് ദൂരീകരിക്കുന്നതിന് വേണ്ടി ഒരു ശ്രമമില്ല. ഇവിടെ ഭൂമി വിൽക്കാൻ കഴിയുന്നില്ല, ഒരു വിവാഹം നടത്താൻ കഴിയുന്നില്ല, ഒരു ബിൽഡിംഗ് വെക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ വളരെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ഞാനൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. MLA-ക്കും പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിനും നിർദ്ദേശം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ, മുമ്പ് നിർദ്ദേശം വന്നിട്ട് വിളിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നു, മുഴുവൻ ആളുകളെയും സർവകക്ഷി യോഗം വിളിക്കാൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറാണ്. പക്ഷേ നിർദ്ദേശം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് MLA-ക്കും പഞ്ചായത്ത് പ്രസിഡന്റ് നിലയ്ക്ക് അല്ലെങ്കിൽ ഭരണസമിതിക്ക് തരികയാണെങ്കിൽ വിളിച്ച് ചേർത്തുകൊണ്ട് എല്ലാവർക്കും പറയാനുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ട് സർവേ നടത്തി, സർവേയിൽ നമുക്ക് എത്ര ഏരിയ അവിടെ നഷ്ടപ്പെടുന്നുണ്ട്, ക്യാച്ച്മെൻറ്റ് ഏരിയ എത്രയാണ്, ഇതിൻ്റെ കോമ്പൻസേഷൻ എങ്ങനെയാണ് എന്നൊക്കെ കൃത്യമായി പറഞ്ഞ് ജനങ്ങളുടെ മനസ്സിലുള്ള ആശങ്ക ദൂരീകരിക്കുന്ന സാഹചര്യമുണ്ടായാൽ പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വരും. ആ കാര്യത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. ഓക്കെ, ശ്രീ MS സുരേഷ് ബാബു വളരെ കൃത്യമായിട്ടാണ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. ആ മീറ്റിംഗ് വിളിക്കുകയും അതിന് തയ്യാറാണ്, വിളിച്ചു കൂട്ടാൻ തയ്യാറാണ്, MLA അടക്കം എത്തിക്കാൻ ശ്രീ KLP തയ്യാറാണെന്ന് പറയുന്നു. താങ്കളുടെ നിലപാട് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവരിലേക്കും ഒരു തവണ 2 മിനിറ്റ് സമയം വീതം. ഇവിടെ ബഹുമാന പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് പൂർണ്ണമായി സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, MLA ഉൾപ്പെടെ മുൻകൈ എടുക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് സാർ വരിക? സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന ഒരു പദ്ധതി അവിടുത്തെ ചോക്കൗട്ട് താഴെ കൊടുത്താൽ പിന്നെ അത് നടപ്പാക്കേണ്ട MLA അല്ലേ? MLA മുൻകൈ എടുക്കേണ്ടത്. അദ്ദേഹം കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ, അദ്ദേഹം കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. സർക്കാർ പദ്ധതി നടപ്പാക്കാൻ MLA എതിർപ്പുണ്ടെന്ന് പറയട്ടെ, MLA എതിർപ്പുണ്ടോ എന്ന് പറയട്ടെ. അതല്ല MLA യോജിക്കുകയാണ്, MLA യോജിക്കാതിരിക്കട്ടെ. ഇവിടെ ഒരു മന്ത്രി തന്നെ വന്നപ്പോ ആ മന്ത്രിയോട് അദ്ദേഹം പറഞ്ഞു എന്നെ കാക്കണ്ടെന്ന് പറഞ്ഞ പിന്നെ വേറെ എന്താ അദ്ദേഹത്തോട് പറയാ? അല്ല, ഇനി തയ്യാറാണെങ്കിൽ എന്നാണ് ഒരു ഓക്കെ, ഈ ഞങ്ങൾ ഈ ജനങ്ങളോടൊപ്പമാണ്.
ആ പദ്ധതി ജനങ്ങളോടൊപ്പമാണ് CPM, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. കാരണം ആ ജനങ്ങൾക്ക് ജീവിക്കാൻ അവകാശമുണ്ട് നമ്മുടെ മണ്ണിൽ. അവരെ ആശങ്ക അകറ്റണം. ആ ആശങ്ക അകറ്റാനുള്ള ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട നിലപാട് സ്വീകരിക്കേണ്ടതാണ്. തുടങ്ങേണ്ടത് MLA നിന്നാണ്, ഗ്രാമപഞ്ചായത്തല്ല. ആ MLA ഉത്തരവാദിത്തം നിർവഹിക്കണം. അതാണ് ഞങ്ങൾ പറയുന്നത്. ഓക്കെ, ശ്രീ സിനീഷ് വാഗേരി, ഒരു ചർച്ച നടക്കുകയാണെങ്കിൽ അതിൽ പങ്കെടുക്കും. താങ്കൾ പറഞ്ഞതുപോലെ വൻകിട പദ്ധതികളെ എതിർക്കാൻ തന്നെയാണോ തീരുമാനം? തീർച്ചയായിട്ടും BJPയുടെ ഭാഗത്തു നിന്ന് ജനങ്ങളെ ഇത് വ്യക്തമാക്കുകയും വലിയ ഒരു പദ്ധതിയായി വന്നുകൊണ്ട് ജനങ്ങളെ കുടിയൊഴിപ്പിക്കുകയും ആ കുടിയൊഴിപ്പിക്കുന്ന ആളുകൾക്ക് ഒരു കോമ്പൻസേഷൻ നല്ല രീതിയിൽ കൊടുക്കുന്നില്ല എങ്കിൽ ആ ജനങ്ങളോടൊപ്പം തന്നെ അവരുടെ മുൻപന്തിൽ നിന്നുകൊണ്ട് ഈ BJP അവരുടെ സമരമുഖത്തുണ്ടാവും. ഈ പദ്ധതി എതിർക്കുമെന്ന് തന്നെയാണ് BJPയുടെ ഭാഗത്ത്. ബാബു നമ്പിടാകം, ഇപ്പോൾ ഈ വിരുദ്ധ സമിതിയാണ് താങ്കൾ രക്ഷാധികാരിയായിട്ടുള്ള സമിതി. ഇവിടെ ഒരു ചർച്ച നടക്കുന്നു. പുൽപ്പള്ളി പഞ്ചായത്തിന്റെ പ്രശ്നങ്ങളടക്കമുള്ള ആളുകൾ എല്ലാവരും കൂടിച്ചേർന്നൊരു തീരുമാനമെടുക്കുന്നു. അതിലൊരു തീരുമാനം വരുന്ന എന്തായിരിക്കും നിലപാട്? എന്ത് തീരുമാനമെടുത്താലും ഈ നാട്ടിൽ ഒരാളെ കുടിയൊഴിപ്പിക്കാൻ അയാൾ സ്വമനസ്സാലെ ഇറങ്ങാൻ തയ്യാറാകാതെ ബലമായി കുടിയിറക്കാൻ ആര് തീരുമാനിച്ചാലും അത് നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. മറ്റൊന്ന്, ഇതിനു മുമ്പ് ഇവിടെ ബദൽ പദ്ധതി വന്നതിന് തിരുമുഖം പദ്ധതി ചർച്ച നടക്കുമെന്നാണ് പറയുന്നത്. ഈ ചർച്ചകൾ നടന്നോട്ടെ. ചർച്ചകൾ നടക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത്, ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഒരു അഭിപ്രായം പറഞ്ഞു, വയലിൽ മാത്രം, സുഹൃത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, വയലിൽ മാത്രം വെള്ളം കയറി എന്ന് വെച്ചാൽ കരഭൂമിയിൽ വെള്ളം കയറാതെ രീതിയിലുള്ള ഒരു പദ്ധതി എന്ന് പറയുന്നത് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് പുൽപ്പള്ളിയുടെ ഭൂപ്രകൃതി വെച്ച് നമുക്കറിയാം. കാരണം ഇത് കുറച്ചുകൂടെ ലെവലൈസ്ഡ് ആയിട്ടുള്ള ഭൂമിയാണ്. അതുകൊണ്ട് അത് നടക്കുകയല്ല. ഇത് പറയുന്ന പണ്ട് ഒരു ഷൈലേക്ക് ഇറച്ചി എടുക്കാൻ വേണ്ടി പലിശക്കാരൻ പറഞ്ഞ പോലെ ഇറച്ചി എടുത്തോ, പക്ഷേ രക്തം പൊടിയിരുന്ന് ഇവിടെ രക്തം പൊടിയെന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഇതിൻ്റെ വേദന ഏറ്റുവാങ്ങേണ്ടത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കുടിയേറി വന്ന് ഇനി കുടിയൊഴിഞ്ഞു പോകാനൊരു സ്ഥലം ഇവിടെയില്ല. ഇവരെങ്ങോട്ട് പോകാനാണുള്ളത്? കഴിഞ്ഞ 50 വർഷം 60 വർഷം മുമ്പ് കുടിയേറിയവരവർ. ഇനി ഇവിടുന്ന് എങ്ങോട്ട് പോകാൻ പറ്റും? ഈ നമ്മൾ മലയാളികളുടെ സ്വഭാവം, നമുക്ക് മലയാളികളുള്ള നാട്ടിൽ പോയി ജീവിക്കാനാണ് കൂടുതൽ താല്പര്യം. നമുക്ക് കുടിയിറങ്ങാൻ പറ്റിയല്ല, വെള്ളം വേണം. ഈ ചർച്ച നടക്കുമ്പോൾ താങ്കൾ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കും. തീർച്ചയായിട്ടും അവിടെ ഒരു കൃത്യമായ ധാരണ ഉണ്ടായാൽ സമ്മതിക്കും. അങ്ങനെയാണ് ബദൽ പദ്ധതി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വനാതിർത്തിയിലെ ചതുപ്പുകളിൽ കെട്ടിയാൽ 10 മീറ്റർ വരെ ഉയരത്തിലുള്ള ചെക്ക് ഡാംസ്, എർത്തൻ ഡാംസ്, മണ്ണ് തടയണകൾ നിർമ്മിക്കാൻ സാധിക്കും. ഇത് ഗവൺമെന്റ് കടമാന്തോട് സമ്മതിക്കില്ല. കടമാന്തോടിൽ ഈ രീതിയിലുള്ള ഒരു പദ്ധതി നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പ്രതിവിധി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് രക്തം പൊടിയാതെ ഇറച്ചിയെടുക്കുന്നതിന് തുല്യമായി. പ്രതിവിധി ഉണ്ടായാൽ എന്നൊരു ചോദ്യം അവിടെ വരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഇതിന് പ്രതിവിധി. കാരണം കുടിയൊഴിപ്പിക്കപ്പെടുന്നവർക്ക് ഭൂമി മറ്റു കാര്യങ്ങളിൽ പ്രതിവിധി ഉണ്ടായാൽ. അതെ, എൻ്റെ അടുത്ത സുഹൃത്ത് പിടിക്കുന്ന ഒരു PD ജോണിയുണ്ട്. ജോണിയുടെ അളിയനൊക്കെ താമസിച്ചിരുന്ന കാരാപ്പുഴ പദ്ധതിയുടെ അവിടെയായിരുന്നു എൻ്റെ ഓർമ്മ. അവിടെ നിന്ന് പദ്ധതിക്ക് വേണ്ടി കുടിയിറക്കിയതാണ്. അന്നൊരു 50,000 രൂപയോ 1 ലക്ഷം രൂപയോ കൊടുത്തിട്ട് കഴിഞ്ഞാൽ ബാക്കി പിന്നെ തരുമെന്നാണ് പറഞ്ഞത്. ഇവരിപ്പോൾ പറയുന്നത് ഒരു തരത്തിലും ഇവിടെയുള്ള ഭരണാധികാരികളെ വിശ്വസിക്കാൻ പറ്റിയല്ല. ഈ 50,000 രൂപയോ 1 ലക്ഷം രൂപ മേടിച്ചിട്ട് എങ്ങോട്ട് പോകാനാണ്? അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കുടിയൊഴിപ്പിക്കൽ നടക്കുകയില്ല. വെള്ളം വേണം. വെള്ളം സംരക്ഷിക്കാനുള്ള ഒട്ടേറെ പരിപാടിയുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞ അതേപോലെ ഇവിടുത്തെ ഒരു ചെക്ക് ഡാംസിന് പോലും അതിനൊരു ചീപ്പ് ഇടുവാൻ പോലും തയ്യാറാകുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ചർച്ചയിൽ ഇതേ നിലപാട് തന്നെ. ശ്രീ ജോസൻ ലേഡം, അല്പം മാറ്റി സ്ഥാപിക്കാനുള്ള പരിപാടികൾ ചർച്ചയിൽ വന്നാൽ സമ്മതിക്കുമോ? ഒരു മിനിറ്റ് ചേട്ടാ, പറഞ്ഞോളൂ. നമുക്ക് സമയം അവസാനിക്കുന്നു, നമ്മുടെ ടൈം. എന്നെ സംബന്ധിച്ച് ഇത് പറയുമ്പോൾ ഈ കടമാന്തോട് പദ്ധതി എന്നുള്ള പദ്ധതി ഇവിടെയുള്ള കുറച്ച് ആളുകൾ ഈ അടുത്ത കാലത്തുണ്ടാക്കിയ ഒരു പദ്ധതിയല്ല. കേരള ഗവൺമെന്റ്, അത് ഇവിടുത്തെ MLA പദ്ധതി അവിടെ ഇരിക്കട്ടെ. താങ്കൾ ഈ ചർച്ചയിലെ നിലപാടാണ് ചോദിക്കുന്നത്. പദ്ധതിയെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, ഒരുപാട് സംസാരിച്ചില്ലേ? അപ്പോൾ ഈ പദ്ധതിക്ക് നമ്മൾ എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കാവേരി നദീജല ട്രൈബ്യൂണലിൽ കേരള ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്ത ഈ പ്രൊജക്റ്റിന് ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലും പുൽപ്പള്ളിക്കാർക്ക് വിനാശകരമല്ലാത്ത രീതിയിലും ഇവിടുത്തെ കാർഷിക മേഖലയിലും ഇവിടുത്തെ കുടിവെള്ളത്തിനും ഗുണകരമായ രീതിയിൽ ഇവിടെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി ഇപ്പോൾ ഇവിടെ ഭരിക്കുന്ന കക്ഷികളെല്ലാം സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 40 വർഷം കൊണ്ട് 500 കോടിയിലധികം രൂപ നീർമറി ജലപ്രവർത്തനങ്ങൾക്കൊക്കെ ചെലവഴിച്ചിട്ട് 1 ലിറ്റർ ഗ്രൗണ്ട് വാട്ടർ ഉയർത്താൻ പറ്റാത്ത സ്ഥിതിയിൽ ഈ പദ്ധതി വളരെ ഗുണകരമായി ഈ നാടിന് പദ്ധതിയിൽ സമഗ്രമായ ചർച്ച വെച്ച് ഒരാളുടെ പോലും പ്രശ്നങ്ങൾ ബാക്കി വെക്കാതെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് വളരെ ആർജവത്തോടെ ഗവൺമെന്റും മറ്റ് കക്ഷികളും MLAയും ഗവൺമെന്റിന്റെ ഭാഗം തന്നെയാണ് എല്ലാവരും ചേർന്ന് ഇതിന് നല്ലൊരു മാർഗനിർദ്ദേശത്തിലൂടെ ഈ കാര്യങ്ങൾ നടപ്പാക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ, ശ്രീ KLP നമ്മൾ അവസാനിപ്പിക്കുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ MLA പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് ശ്രീ TS ദിലീപ് കുമാർ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹവും തയ്യാറാണ് എന്ന്. അദ്ദേഹം ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ്. അത്തരം ഒരു സമവായ ചർച്ച അടുത്ത കാലത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? വയനാട് വിഷൻ അത് റിപ്പോർട്ട് ചെയ്യാൻ അവസരം ലഭിക്കും. സുരേഷ് പറഞ്ഞത് പദ്ധതി പ്രദേശത്തെ ജനങ്ങളുടെ ഭാഗത്താണ് CPM നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ നടന്ന ചർച്ചയിൽ ഇപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അവരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ കേട്ടു. ശ്രീ ബെന്നി പറഞ്ഞ ഒരഭിപ്രായം കേട്ടു. പിന്നെ കുറേയേറെ ആളുകൾ പങ്കെടുത്തവരുടെ വികാരം നമ്മളിവിടെ പ്രകടിപ്പിക്കപ്പെട്ടു. ഇവിടെ നമുക്ക് എന്താ പ്രശ്നം? ഒരു വലിയ പദ്ധതി വന്നാൽ ഈ പുൽപ്പള്ളിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഉൾക്കൊള്ളാൻ കഴിയില്ല.
ഇവിടെയുള്ള ആശങ്ക എന്താ? 44 മീറ്റർ ഉയർന്നു പറഞ്ഞിരുന്നു, പിന്നെ 28 മീറ്ററായി നിൽക്കുന്നു. 28 മീറ്ററിന് തീരുമാനമായിട്ടില്ല എന്നിപ്പോൾ സുരേഷോ ഞാനോ പറഞ്ഞാലും ജനത്തിന് മുമ്പിൽ 28 മീറ്റർ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി ഈ ആശങ്കകൾ തീരണം. അതിന് പുറമേ ആരെയൊക്കെ എത്ര പേരെ കുടിയൊഴിപ്പിക്കേണ്ടി വരും? കുടിയൊഴിപ്പിക്കുന്ന ആളുകൾക്ക് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ കേരളിൻ്റെ കാര്യത്തിന് പറഞ്ഞല്ലോ, 1 ഹെക്ടർ സ്ഥലത്തിന് ഇത്ര കോടി രൂപ വീതം കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയൊന്നും ഒരു അഭിപ്രായം ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ വിപണി വിലയും സർക്കാരിൻ്റെ ഞാൻ പറയട്ടെ, സർക്കാരിൻ്റെ ന്യായ വിലയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ആ ജനങ്ങളുടെ ആശങ്കകൾ പലതും നിൽക്കുകയാണ്. അപ്പോൾ എന്ത് വേണം? സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ജലവിഭവ വകുപ്പ് മന്ത്രിയോ അതിൻ്റെ ചീഫ് എഞ്ചിനീയറോ അല്ലെങ്കിൽ അവരുടെ ശാസ്ത്രജ്ഞരോ അടക്കമുള്ളവർ സർക്കാരിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ ഉത്തരവിൻ്റെ ഭാഗമായി ഇവിടെ യോഗം വിളിക്കട്ടെ. ആ യോഗത്തിൽ MLA അടക്കം ഞങ്ങളടക്കം എല്ലാം പങ്കെടുക്കാം. ജനങ്ങളുടെ ആശങ്കയെപ്പറ്റി അവിടെ ചർച്ച ചെയ്യാം. എന്നിട്ട് ആ ആശങ്കയെ സംബന്ധിച്ച് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് സ്വീകാര്യമാണെങ്കിൽ യോജിച്ച് നമുക്ക് നീങ്ങാം. ഒരു കുഴപ്പമില്ല. അല്ലാതെ വെറുതെ MLAയുടെ പേരിൽ ആ MLA അവർ കൊണ്ടുവരണമെന്നില്ല, MLA അങ്ങനെ അങ്ങോട്ട് ചെയ്യണം. MLA ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ വിവാദം നിൽക്കുക. ഈ ആളുകൾ പറഞ്ഞ ആശങ്കകൾ മുഴുവൻ ഇവിടെ MLAയുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതിന് വ്യക്തത വരുത്താതെ എടുത്തുചാടി MLAക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ ഇത്തരത്തിൽ തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾ തയ്യാറാണ്. ഓക്കെ, ഒറ്റ കാര്യമുള്ളൂ. അങ്ങനെ ഒരു യോഗം വിളിക്കാൻ സംസ്ഥാന ജലവകുപ്പ് മന്ത്രിയോട് സർക്കാരിനോട് ആവശ്യമാണ്. MLA നിർബന്ധിക്കുമോ കോൺഗ്രസ് പാർട്ടി? എന്തിനാണ് MLA നിർബന്ധിക്കുന്നത്? സർക്കാരിന് തീരുമാനം. അദ്ദേഹത്തിന്റെ മണ്ഡലമാണ്, അദ്ദേഹത്തിന്റെ മണ്ഡലം ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണത്. സർക്കാരിന് എന്തുകൊണ്ട് ആവശ്യപ്പെടണ്ടേ? പറയണമല്ലോ, തീരുമാനമുണ്ട്. സർക്കാരിന് തീരുമാനമുണ്ടോ? ഇല്ല. താങ്കൾ ഈ പ്രദേശത്തെ പ്രതിനിധിയാണ്. താങ്കൾക്ക് ഇത്തരം ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. ഇദ്ദേഹം MLA അടക്കം കൊണ്ടുവരാൻ ഇവരുടെ പ്രതിനിധികൾ തയ്യാറാണ്. MLA സർക്കാരിനോട് ആവശ്യപ്പെടട്ടെ. ചോദിക്കുമോ? അദ്ദേഹം ഒരുപാട് സബ്മിഷൻ ഉന്നയിക്കാൻ അധികാരമുള്ള ആളല്ലേ? നിയമസഭയിലോ സബ്മിഷൻ ഉന്നയിച്ചാൽ പോരെ, പ്രശ്നം തീർന്നില്ലേ? അപ്പോൾ MLA സബ്മിഷൻ ഉന്നയിക്കട്ടെ. MLA സബ്മിഷൻ ഉന്നയിച്ചാൽ ഈ പദ്ധതിയെ പറ്റി സർക്കാർ ആലോചിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നല്ല. ഇവിടെ നടക്കുന്ന സർവേ സംബന്ധിച്ചാണ് സാർ തീരുമാനം വേണ്ടത്. ആ സർവേ സംബന്ധിച്ച് ഒരു ചോദ്യം ചോദിക്കാൻ MLA നിയമസഭ സർവേയുടെ ഒരു തീരുമാനം വന്നാൽ ഒരു സർവകക്ഷി യോഗം നിർബന്ധമായും വരില്ലേ? തീർച്ചയായും സർവേ സംബന്ധിച്ച് തീരുമാനമുണ്ട് സാർ. ആ തീരുമാനം നടപ്പാക്കാൻ മുൻകൈ എടുക്കട്ടെ. MLA ഉൾപ്പെടെ മുൻകൈ. ബഹുമാന്യ പ്രസിഡന്റ് പറഞ്ഞല്ലോ, യോഗം വിളിക്കൂ, ഞങ്ങൾ പങ്കെടുക്കാം. അദ്ദേഹം തയ്യാറാണെന്നാ പറഞ്ഞത്. അവർ പങ്കെടുപ്പിക്കട്ടെ. പങ്കെടുക്കുമോ? അപ്പോൾ കടമാൻതോട് പദ്ധതി എന്നുള്ളത് വലിയ ചർച്ചകളാകുന്നത് അതിനേക്കാൾ കൂടുതൽ സ്വന്തം കിടപ്പാടം നഷ്ടപ്പെടാൻ പോകുന്നു എന്ന ആശങ്കയിൽ ജീവിക്കുന്ന എത്രയോ അധികം കുടുംബങ്ങൾ. പുനരധിവാസം ഇന്നും കേരളത്തിന്റെ പല മേഖലകളിലും ഏത് സർക്കാരുകൾ ഭരിച്ചാലും ഭയാശങ്കകളോടെ കാണുന്ന ഒരു വിഭാഗം ഇന്നും നമുക്കിടയിലുണ്ട്. അവിടെയാണ് കടമാൻതോട് പദ്ധതി ഈ പ്രദേശത്തിന്റെ ജല സ്രോതസ്സിലുണ്ടാകുന്ന നഷ്ടത്തിന് പരിഹാരമാകണം, കാർഷിക വരൾച്ചയ്ക്ക് പരിഹാരമാകണമെന്നുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ തങ്ങൾ വർഷങ്ങളായി കെട്ടിപ്പടുത്ത് ചോരനീരാക്കി ഉണ്ടാക്കിയെടുത്ത ഭൂമികയിൽ നിന്നും പുറത്തിറങ്ങേണ്ടി പോകേണ്ടി വരുമോ, അതിന് പ്രതിവിധി ഇല്ലാതെയാകുമോ എന്ന ആശങ്കയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ആശങ്ക നിറവേറ്റതുണ്ട്. ഈ ജനപ്രതിനിധികൾ ഒരുമിച്ച് സഹകരിച്ച് പദ്ധതി യാഥാർത്ഥ്യമാകുമോ, അല്ലെങ്കിൽ ആശങ്കകൾ അകറ്റി അവ്യക്തതയകറ്റി വ്യക്തതയിലേക്ക് വരുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഇന്ന് വയനാട് ഡിവിഷൻ ജനസഭയിൽ പങ്കെടുത്ത ശ്രീ MS സുരേഷ് ബാബു, ശ്രീ സിനീഷ് വാഗേരി, ശ്രീ ബാബു നമ്പുടാകം, ശ്രീ ജോസ് നെല്ലടം ആൻഡ് KL പൗലോസ്, എല്ലാവർക്കും നന്ദി. നമുക്ക് ഈ വിഷയത്തിന്റെ തുടർ ചർച്ചകളിലേക്കും വാർത്തകളിലേക്കും പിന്നീട് വയനാട് ഡിവിഷൻ ചാനൽ കാണുക. നമസ്കാരം.